गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। अर्जुन उवाच सन्न्यासं कर्मणां कृष्ण पुनर्योगं च शंससि यच्छ्रेययेतयोरेकं तन्मे ब्रूहि सुनिश्चितम्। श्रीभगवानुवाच सन्न्यासः कर्मयोगश्च निःश्रेयसकरावुभौ तयोस्तु कर्मसन्न्यासाद् कर्मयोगो विशिष्यते। ज्ञेयः स नित्यसन्न्यासी यो न द्वेष्टि न काङ्क्षति सुखं बन्धात् प्रमुच्यते। सांख्ययोगौ पृथक् बालाः प्रवदन्ति न पण्डिताः एकमप्यास्थितः सम्यग् उभयोर्विन्दते फलम्। यत्साङ्ख्यै प्राप्यते स्थानं तद्योगैरपि गम्यते। एकं साङ्ख्यं च योगं च यः पश्यति स पश्यति। सन्न्यासस्तु महाबाहो दुःखमाप्तुमयोगतः योगयुक्तो मुनिर्ब्रह्मा न चिरेणाधिगच्छति। योगयुक्तो विशुद्धात्मा विजितात्मा जितेन्द्रियः सर्वभूतात्मभूतात्मा कुर्वन्नपि न लिप्यते। नैव किञ्चित् करोमीति युक्तो मन्येत तत्त्ववित्। पश्यन् शृण्वन् स्पृशन् जिघ्रन् अश्नन् गच्छन् श्वपन् श्वसन् प्रलपन् विसृजन् गृह्णन् उन्मिषन् निमिषन्नपि इन्द्रियाणि इन्द्रियार्थेषु वर्तन्त इति धारयन् ब्रह्मण्याधाय कर्माणि सङ्गं त्यक्त्वा लिप्यते न स पापेन पद्मपत्रमिवाम्भसा। कायेन मनसा बुद्ध्या केवलैरिन्द्रियैरपि योगिनः कर्म कुर्वन्ति सङ्गं त्यक्त्वात्मशुद्धये। युक्तः कर्मफलं त्यक्त्वा शान्तिमाप्नोति नैष्ठिकीम्। अयुक्तः कामकारेण फले सक्तो निबध्यते। सर्वकर्माणि मनसा सन्न्यस्यास्ते सुखं वशी नवद्वारे पुरे देहि नैव कुर्वन्न कारयन्। कर्माणि लोकस्य सृजति प्रभुः न कर्मफलसंयोगं स्वभावस्तु प्रवर्तते। न दत्ते कस्यचित् पापं न चैव सुकृतं विभुः अज्ञानेनावृतं ज्ञानं तेन मुह्यन्ति जन्तवः। ज्ञानेन तु तदज्ञानं येषां नाशितमात्मनः तेषामादित्यवद् ज्ञानं प्रकाशयति तत्परम्। तद्बुद्धयस्तदात्मानः तन्निष्ठास्तत्परायणाः गच्छन्त्य पुनरावृत्तिं ज्ञाननिर्धूतकल्मषाः।
വിദ്യാവിനയസമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനി ചൈവ ശ്വപാകേ ച പണ്ഡിതാ സമദർശിനഃ ഇഹൈവ തൈർജിതഃ സർഗോ യേഷാം സാമ്യേ സ്ഥിതം മനഃ നിർദോഷം ഹി സമം ബ്രഹ്മ തസ്മാത് ബ്രഹ്മണി തേ സ്ഥിതാഃ. ഇഹ ഏവ ജീവദ്ഭിഃ ഏവ തൈഃ സമ്യക് സമദർശിഭിഃ പണ്ഡിതൈഃ ജിതഃ വശീകൃതഃ സർഗഃ ജന്മ യേഷാം സാമ്യേ സർവഭൂതേഷു ബ്രഹ്മണി സമഭാവേ സ്ഥിതം നിശ്ചലീഭൂതം മനഃ അന്തഃകരണം. ഇഹ ഏവ ജീവദ്ഭിഃ ഏവ തൈഃ സമദർശിഭിഃ പണ്ഡിതൈഃ ജിതഃ വശീകൃതഃ സർഗഃ ജന്മ യേഷാം സാമ്യേ സർവഭൂതേഷു ബ്രഹ്മണി സമഭാവേ സ്ഥിതം നിശ്ചലീഭൂതം മനഃ അന്തഃകരണം. അപ്പോ ഇവിടെ തന്നെ ഇഹ ഏവ, ഇവിടെ തന്നെ. എന്താ ഇവിടെ തന്നെ എന്ന് പറഞ്ഞ അർത്ഥം? ജീവദ്ഭിഃ ഏവ, ജീവിച്ചിരിക്കുന്നവരാൽ തന്നെ, മരിച്ചവരാലല്ല. ജീവദ്ഭിഃ ഏവ, ജീവിച്ചിരിക്കുന്നവരാൽ തന്നെ, തൈഹി അവരാൽ, ആരാൽ? സമദർശിഭിഃ, സമദർശികളാൽ. ഇപ്പൊ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് പണ്ഡിതാ സമദർശിന എന്നാണ്. പണ്ഡിതന്മാര് സമദർശികളാണെന്നാ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത്. അവിടെ വിശേഷിച്ച് വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ മുതൽക്ക് ശ്വപാകേ വരെ പറഞ്ഞു. അപ്പൊ സർവഭൂതങ്ങളിലും സമദർശികളാണ് വിദ്വാൻമാരെന്ന് പറഞ്ഞു, പണ്ഡിതന്മാരെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ളതായ സമദർശിഭിഃ പണ്ഡിതൈഃ, സമദർശികളായ പണ്ഡിതന്മാരാൽ ജിതഃ വശീകൃതഃ, വശീകരിക്കപ്പെട്ടിരിക്കുന്നു, സ്വാധീനമാക്കപ്പെട്ടിരിക്കുന്നു. എന്ത്? സർഗഃ ജന്മ, ജന്മം. അവരാൽ ജയിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജന്മമില്ല. യേഷാം യാവരുടെ മനസ്സ് സാമ്യേ സ്ഥിതം, സാമ്യത്തിൽ സമഭാവത്തിൽ നിലകൊള്ളുന്നുവോ. അവിടെ സാമ്യം എന്നുള്ളതിന് പറയുകയാണ് സർവഭൂതേഷു ബ്രഹ്മണി സമഭാവേ, സർവഭൂതങ്ങളിലുമുള്ള ബ്രഹ്മത്തിൻ്റെ സമഭാവത്തിൽ. സമഭാവമാണ് സാമ്യം. അപ്പോൾ സർവഭൂതങ്ങളിലുമുള്ള ബ്രഹ്മത്തിൻ്റെ സമഭാവത്തിൽ ആരുടെ മനസ്സ് നിലകൊള്ളുന്നുവോ, നിശ്ചലീഭൂതമാണോ, നിശ്ചലീഭൂതം. ആദ്യം ചലിക്കുന്നതായിരുന്നു, ആദ്യം നിശ്ചലമായിരുന്നില്ല, പലതിൽ തെന്നിമാറി കളിക്കുന്നതായിരുന്നു. എന്നാൽ ഇപ്പോൾ ആരുടെ മനസ്സാണോ സർവഭൂതങ്ങളിലും സമമായി നിലകൊള്ളുന്ന സത്യത്തിൽ നിശ്ചലീഭൂതമായത്, മനഃ അന്തഃകരണം, അങ്ങനെയുള്ളവർക്കാണ് ഫലം പറയുന്നത്. എന്താണ്? ഇഹൈവ തൈഹി ജിതഃ സർഗഃ. ഇവിടെ തന്നെ അവര് സൃഷ്ടിയെ, സർഗത്തെ, ജന്മത്തെ ജയിച്ചിരിക്കുന്നു. ഇതാണ് നിർദോഷം. യദ്യപി ദോഷവത്സു ശ്വപാകാദിഷു മൂഢൈഃ തദ്ദോഷൈഃ ദോഷവതിവ വിഭാവ്യത്തെ തഥാപി തദ്ദോഷൈഃ അസ്പൃഷ്ടം ഇതി. നിർദോഷം ദോഷവർജിതം ഹി യസ്മാത് ന അപി സ്വഗുണഭേദഭിന്നം നിർഗുണത്വാത് ചൈതന്യസ്യ വക്ഷ്യതി ച ഭഗവാൻ ഇച്ഛാദീനാം ക്ഷേത്രധർമ്മത്വം അനാദിത്വാ നിർഗുണത്വാത് ഇതി ച നാപി അന്ത്യാവിശേഷാഃ ആത്മനഃ ഭേദകാഃ സന്തി
പ്രതിശരീരം തേഷാം സത്വേ പ്രമാണ അനുപപത്തേഹ. അതഃ സമം ബ്രഹ്മ ഏകം ച തസ്മാത് ബ്രഹ്മണി ഏവ തേ സ്ഥിതാഃ. തസ്മാത് ന ദോഷഗന്ധമാത്രമപി താൻ സ്പൃശതി. ദർശനാഭിമാനാഭാവാത്. ദേഹാദിസംഘാതാത്മദർശന അഭിമാനവദ് വിഷയം തു തത് സൂത്രം സമാസമാഭ്യാം വിഷമസമേ പൂജാതഃ ഇതി പൂജാവിഷയത്വ വിശേഷണാത്. ദൃശ്യത്തെ ഹി ബ്രഹ്മവിദ് ഷഡംഗവിദ് ചതുർവേദവിദ് ഇതി പൂജാദാനാദൗ ഗുണവിശേഷസംബന്ധഃ കാരണം. ബ്രഹ്മ തു സർവഗുണദോഷസംബന്ധവർജിതം ഇതി അതഃ ബ്രഹ്മണി തേ സ്ഥിതാഃ ഇതി യുക്തം. കർമ്മവിഷയം ച സമാസമാഭ്യാം ഇത്യാദി. ഇദം തു സർവകർമ്മസന്യാസി വിഷയം പ്രസ്തുതം. സർവകർമാണി മനസാ ഇതി ആരഭ്യ ആ അധ്യായ പരിസമാപ്തേഃ. നിർദോഷം യദ്യപി ദോഷവത്സു ശ്വപാകാദിഷു മൂഢൈഃ തദ്ദോഷൈഃ ദോഷവദിവ വിഭാവ്യത്തെ തഥാപി തദ്ദോഷൈഃ അസ്പൃഷ്ടം ഇതി. നിർദോഷം ദോഷവർജിതം ഹി യസ്മാത് ന അപി സ്വഗുണഭേദഭിന്നം നിർഗുണത്വാത് ചൈതന്യസ്യ വക്ഷ്യതി ച ഭഗവാൻ ഇച്ഛാദീനാം ക്ഷേത്രധർമ്മത്വം അനാദിത്വാ നിർഗുണത്വാത് ഇതി ച ന അപി അന്ത്യാവിശേഷാഃ ആത്മനഃ ഭേദകാഃ സന്തി. പ്രതിശരീരം തേഷാം സത്വേ പ്രമാണാനുപപത്തേഃ. അതഃ സമം ബ്രഹ്മ ഏകം ച തസ്മാത് ബ്രഹ്മണി ഏവ തേ സ്ഥിതാഃ. തസ്മാത് ന ദോഷഗന്ധമാത്രം അപി താൻ സ്പൃശതി. ദേഹാദിസംഘാതാത്മദർശന അഭിമാനാഭാവാത്. ദേഹാദിസംഘാതാത്മദർശനാഭിമാനവദ് വിഷയം തു തത് സൂത്രം സമാസമാഭ്യാം വിഷമസമേ പൂജാതഃ ഇതി പൂജാവിഷയത്വവിശേഷണാത്. ദൃശ്യത്തെ ഹി ബ്രഹ്മവിദ് ഷഡംഗവിദ് ചതുർവേദവിദ് ഇതി പൂജാദാനാദൗ ഗുണവിശേഷസംബന്ധഃ കാരണം. ബ്രഹ്മ തു സർവഗുണദോഷസംബന്ധവർജിതം ഇതി അതഃ ബ്രഹ്മണി തേ സ്ഥിതാഃ ഇതി യുക്തം. കർമ്മിവിഷയം ച സമാസമാഭ്യാം ഇത്യാദി. ഇദം തു സർവകർമ്മസന്യാസി വിഷയം പ്രസ്തുതം. സർവകർമാണി മനസാ ഇത്യാരഭ്യ ആ അധ്യായ പരിസമാപ്തേഃ. അപ്പോ സമം ബ്രഹ്മ, സമം ബ്രഹ്മ, സമമാണ് ബ്രഹ്മം. എവിടെ? സർവചരാചരങ്ങളിലും, സർവത്തിലും. സർവത്തിൻ്റെയും സ്വരൂപം സമമാണ്. അത് നിർദോഷമാണ്, ദോഷരഹിതമാണ്.
അവിടെ പറയാണ്, യദ്യപി ദോഷവത്സു സ്വപാകാദിഷു, ദോഷയുക്തന്മാരായി കാണപ്പെടുന്ന സ്വപാകൻ മുതലായവരിൽ, അതൊരു വ്യാവഹാരികമായ പദമാണ്. ആത്യന്തികമായി ഇപ്പോൾ ഒരു മനുഷ്യനും പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല. പക്ഷേ വ്യവഹാരതലത്തിൽ നമ്മൾ ഓരോരുത്തർക്കും ദോഷം കൽപ്പിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ തന്നെ ഇവിടെ ഈ പാഠത്തിന് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നു. അപ്പം നമ്മൾ വളരെയധികം ജോലികൾ ചെയ്ത് നന്നായിട്ട് വിയർത്തൊലിച്ചിരിക്കുകയാണെങ്കിൽ നേരെ ഈ പാഠത്തിന് നമ്മൾ വന്നിരിക്കില്ല. പകരം ഒന്ന് കുളിച്ച് വൃത്തിയായിട്ടേ വരുള്ളൂ. നമ്മൾ ചിലപ്പോൾ ഈ പാഠം നടത്താൻ വേണ്ടിയായിരിക്കും ആ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഓരോ സഭയിലും വ്യത്യാസമുണ്ട്. അതേസമയം നമ്മൾ 10 പേര് ചേർന്ന് പണിയെടുക്കുകയാണെങ്കിൽ 11ാമൻ അതിൽ ചേരുമ്പോൾ അവന് കുളിക്കേണ്ട ആവശ്യമില്ല. വ്യത്യാസമുണ്ട്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് സ്വപാകൻ, പട്ടിയെ പാകം ചെയ്യുന്നവെന്ന് പറയുമ്പോൾ അതിൻ്റെതായ വ്യവഹാരഭേദമുണ്ട്. അതേ കൽപ്പിക്കുന്നുള്ളൂ, ആത്യന്തിക ഭേദമല്ല. അപ്പം സ്വപാകാദിഷു ദോഷവത്സു, സ്വപാകൻ തുടങ്ങിയ ദോഷവാന്മാരിൽ, ശുനി പട്ടിയിൽ, പട്ടിക്ക് ദോഷമുണ്ടോ? പട്ടിക്കൊരു ദോഷവുമില്ല, ഒരു ദോഷവുമില്ല. എന്നാൽ പട്ടിക്ക് ചില സ്ഥാനങ്ങളുണ്ട്. ഇപ്പം അതൊക്കെ പോയിട്ടോ അല്ലേ? ഇപ്പോൾ കുട്ടികൾക്കുള്ളതിനേക്കാൾ വലിയ സ്ഥാനം പട്ടിക്ക. സ്വന്തം കുഞ്ഞിന് പോകാൻ പറ്റാത്തടത്ത് പോലും പോകാൻ പട്ടിക്ക് ഇന്ന് അനുവാദമുണ്ട് വീടുകളിൽ. പട്ടി പൂച്ചയൊക്കെയാണെന്ന് വലിയ രാജാക്കന്മാർ. സന്തോഷം, നല്ലതാണത്, നല്ലതാണ്. നമ്മൾ എതിർക്കുന്നൊന്നുമില്ല. സുഹൃതം അത്രയേ ഉള്ളൂ. ചിലപ്പോൾ നമ്മളെ ദുഷ്കൃതവും. ഞാനൊരു വീട്ടിൽ പോയി, ഒരു വീട്ടിൽ ചെന്ന് അവിടുത്തെ പതിയും പത്നിയായിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ വർത്തമാനം പറഞ്ഞപ്പോൾ അവർക്ക് എന്തോന്ന് കുറച്ച് രഹസ്യമായിട്ട് ഒരാൾക്ക് പറയാനുണ്ട് അതിൽ. ശരി പറഞ്ഞ് അങ്ങനെ മാറി. നമ്മളൊരു കട്ടിലിൽ പോയിരുന്നു. അവിടെ ഒരു കട്ടിലുണ്ട്. ആ കട്ടിലിൽ പോയിരുന്നു. എന്നാൽ ഇവർ പറയണ്ടേ, അത് ഇവർക്കല്ലേ അറിയുള്ളൂ എന്താ സംഭവം എന്ന്. എനിക്കൊന്നും അറിയില്ലല്ലോ. ഉടനെ കാലിനൊരു കടി പൂച്ച. പക്ഷെ ആ പൂച്ച വളരെ വേദനിപ്പിക്കാനല്ല കടിച്ചത്. വേദനിപ്പിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തെ കടിച്ചതാണെന്ന് വെച്ചാൽ മുറിയും, അങ്ങനെയല്ല. പക്ഷെ നല്ലോണം കടിച്ചു. എന്നിട്ട് മുഖത്തേക്ക് നോക്കി. അപ്പോഴാണ് ആ വീട്ടിലത്തെ ആൾ പറയണത്, അവൻ്റെ കട്ടിലാ സ്വാമിയെന്ന്. നിങ്ങൾ ആദ്യം പറയണ്ടേ, നിങ്ങൾ ആദ്യം പറയണ്ടേ. അപ്പം ഞാൻ നോക്കിയപ്പോൾ ശരിയാ, ഒന്നായിട്ട് രോമം ഉണ്ടാക്കാട്ടില്ല. വസ്ത്രത്തിലൊക്കെ രോമമായിട്ടുണ്ടാവും ഇരുന്നിടത്ത്. ഇന്ന് കാലം അങ്ങനെയാണ്, അതിന് വിരോധമില്ല. പൊതുവെ മറ്റു പല രാജ്യങ്ങളിലും അങ്ങനെയാണ്. ഒരു 19 കൊല്ലം 100 കൊല്ലമൊക്കെ ആയിട്ട് അങ്ങനെ ഉണ്ടാകും. പക്ഷെ നമ്മളെ നാട്ടിലത് വ്യാപിച്ചത് കോവിഡിന് ശേഷമാണ്. കൊള്ളാം, എന്തായാലും കൊള്ളാം. അപ്പം ശുനി അതിൻ്റെതായ ദോഷമുണ്ട്. ശ്വാവിൽ ആനയ്ക്ക് അതിൻ്റെതായ ദോഷമുണ്ട്. പശുവിന് അതിൻ്റെതായ ഗുണദോഷങ്ങളുണ്ട്. അങ്ങനെ ഓരോന്നിനും ഉണ്ട് ഗുണദോഷങ്ങൾ. അപ്പം ദോഷവത്തായിട്ട് പുറമേ മാനിക്കപ്പെടുന്ന ഉപാധികളിൽ പോലും, അതാണ് ദോഷവസ് സ്വപാകാദിഷു മൂഢൈഹി, മൂഢന്മാരായവരിൽ, അങ്ങനെയുള്ളവരിൽ പോലും മൂഢന്മാരാൽ എന്ത് തദ്ദോഷൈഹി ദോഷവതി വിഭാവ്യതേ, ദോഷയുക്തമായിട്ട് മാനിക്കപ്പെടുന്നു. ആരാൽ? മൂഢന്മാരാൽ. അത് സ്വപാകനാണ്, അപ്പം അവൻ്റെ ആത്മാവ് മോശമാണ് എന്ന് മൂഢൻ വിചാരിക്കുന്നു. അങ്ങനെ ഉണ്ടോ? സ്വപാകൻ്റെ ആത്മാവ് മോശമാണോ? ഒരിക്കലുമല്ല. വിദ്യാവിനയ സമ്പന്നനായ ബ്രാഹ്മണന്റെ അതേ ആത്മസ്വരൂപമാണ് സ്വപാകൻ്റെ ആത്മസ്വരൂപം. എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോ മൂഢന്മാരാൽ അങ്ങനെ കരുതപ്പെടുന്നു. എന്നാൽ സത്യം എന്താണ്? തഥാപി തദ്ദോഷൈഹി അസ്പൃഷ്ടം, ഉപാധിഗതമായ ദോഷത്താൽ സ്പർശിക്കപ്പെടാത്തതാണ് ഉണ്മ. യഥാ സൂര്യഃ സർവലോകസ്യ ചക്ഷുഃ
ന ലിപ്യതേ ചാക്ഷുഷൈഹി ബാഹ്യദോഷൈഹി. ഉപനിഷത്ത് പറയും സൂര്യൻ സർവ്വലോകത്തിൻ്റെയും കണ്ണാണ്. എന്നാൽ ചാക്ഷുഷദോഷങ്ങളാൽ സൂര്യൻ ബാധിക്കപ്പെടുന്നില്ല. അവിടെ ഭാഷ്യകാരൻ അശുച്യാദി ദോഷദർശനാദിഭിഹി എന്നർത്ഥം പറയും. അതായത് ഒരാൾ രാവിലെ തന്നെ കുളിച്ച് നല്ല വൃത്തിയായി എന്ന് സ്വയം വിചാരിച്ച് അമ്പലത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചോളൂ. അമ്പലത്തിലേക്ക് എന്നുള്ള ദൃഷ്ടാന്തമൊന്നും ഭാഷ്യകാരൻ പറഞ്ഞിട്ടില്ല, നമ്മൾ പറയുകയാണ്. അപ്പോൾ വഴിയിൽ നല്ല മലം ഉണ്ട്, നടന്നു പോകേണ്ട സ്ഥലത്ത് മുഴുവൻ മലമുണ്ട് എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ കുളിച്ച് വൃത്തിയായിട്ട് നിർമ്മലനായി എന്ന് അഭിമാനിച്ചുകൊണ്ട് പോവുകയാണ്. പോകുമ്പോഴാണ് വഴിയിൽ അങ്ങനെ മലം ഇല്ലേ. അപ്പം അത് കാണുമ്പോൾ എന്തുണ്ടാവും? ഒരു ചാക്ഷുഷ ദോഷം വരും. ഇതന്നെയാണ് ഇതിൻ്റെ ഉള്ളിലൊന്നും പെട്ടെന്ന് ഓർമ്മിക്കില്ല. ഇതേ വസ്തുവാണ് എൻ്റെ ഉള്ളിലും, ഇതന്നെയാണ് നടക്കണമെന്നുള്ളതൊന്നും ഓർമ്മിക്കില്ല. പക്ഷെ അപ്പോൾ ഒരു ചാക്ഷുഷ ദോഷം അവിടെ വരും. ഈ മലത്തെ ആരാ കാണിച്ചു കൊടുത്തത്? സൂര്യൻ. നമ്മളെ കണ്ണാണെന്നും പറയാം, സൂര്യനാണെന്നും പറയാം. അപ്പം സൂര്യനാണ് കാണിച്ചു കൊടുത്തത്. അപ്പം ഈ ദോഷത്താൽ സൂര്യൻ ബാധിക്കപ്പെടുന്നുണ്ടോ? ഇല്ല. അതാണ് സൂര്യോ യഥാ സർവലോകസ്യ ചക്ഷുഃ ന ലിപ്യതേ ചാക്ഷുഷൈഹി ബാഹ്യദോഷൈഹി എന്നുള്ള ഓർമ്മിക്കുക. കഠോപനിഷത്ത് പറയുകയാണ്. അതേപോലെ സർവഭൂതാന്തരാത്മാവ് വ്യക്തിഗതങ്ങളായ ഉപാധിദോഷങ്ങളാൽ ബാധിക്കപ്പെടുന്നില്ല. നിർദോഷം. ഇതുമായിട്ട് ആ മന്ത്രം ഒന്ന് ബന്ധിപ്പിക്കുക ഈ വാക്യവുമായിട്ട്. അസ്പൃഷ്ടം, നിർദോഷം, ദോഷവർജിതം. നാപി സ്വഗുണഭേദഭിന്നം. ഇനി സ്വഗുണഭേദത്തിൽ ബ്രഹ്മം ഭിന്നമല്ല. ആത്മാവ് സ്വഗുണഭേദമില്ല. സ്വഗുണഭേദം, തൻ്റെതായ ഗുണഭേദം ആത്മാവിലില്ല. എന്തുകൊണ്ട്? നിർഗുണത്വം, അത് ഗുണമില്ലാത്തത് കൊണ്ട്. ഗുണമുള്ളത് ഗുണഭേദം ഉണ്ടാവാം, ഇത് നിർഗുണമാകുന്നു. ഭക്ഷ്യതിച്ച ഭഗവാൻ പറയാൻ പോകുന്നുണ്ട്. ഇച്ഛാദീനാം ക്ഷേത്രധർമ്മത്വം. ഇച്ഛാ, ദ്വേഷ, സുഖം, ദുഃഖം, സംഘാതശ്ചേതനാ, ധൃതി എന്നുള്ളതൊക്കെ ക്ഷേത്രമാണ്, അല്ലാണ്ട് ആത്മധർമ്മമല്ല എന്ന് പറയാൻ പോകുന്നുണ്ട് ഭഗവാൻ. എവിടെ? 13-ാം അധ്യായത്തിൽ. അതാണ് ഭക്ഷ്യതിച്ച പറയാൻ പറയുന്നുണ്ട്. ആര്? ഭഗവാൻ. എവിടെ? 13-ാം അധ്യായത്തിൽ. എന്താ പറയാൻ പോണത്? ഇച്ഛാദീനാം ക്ഷേത്രധർമ്മത്വം. ഇച്ഛാ, ദ്വേഷ, സുഖം, ദുഃഖം, സംഘാത, ചേതന, ധൃതി ഏതത് ക്ഷേത്രം സമാസേന സവികാരമുദാഹൃതം എന്ന് 13-ാം അധ്യായത്തിൽ പറയാൻ പോകുന്നുണ്ട്. അതെല്ലാം ക്ഷേത്രധർമ്മമാണ്, ശരീരധർമ്മമാണ്, ആത്മധർമ്മം അല്ല. അനാദിത്വ നിർഗുണത്വാദിച്ച. അനാദിയാണ്, നിർഗുണമാണെന്നും പറയുന്നുണ്ട്. അനാദിത്വ നിർഗുണത്വാത് പരമാത്മായമവ്യയ ശരീരസ്ഥോപി കൗന്തേയ ന നിബധ്യതേ. അനാദിയും നിർഗുണവുമായ ബ്രഹ്മം ശരീരസ്ഥമായി മാനിക്കപ്പെട്ടാലും ഒന്നും ചെയ്യുന്നില്ല, ഒന്നിനാലും ബന്ധിക്കപ്പെടുന്നില്ല എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. നാപി അന്ത്യാവിശേഷ ആത്മനഃ ഭേദകാഃ സന്തി പ്രതിശരീരം തേഷാം സത്വേ പ്രമാണാനുപപത്തേഹേ എന്ന് മാത്രമല്ല. അപ്പൊ ഗുണഭേദം ഇല്ല. നിർഗുണമായതുകൊണ്ട് ഗുണഭേദമില്ല. ഒരു തരത്തിലും ആത്മാവിൽ ഭേദമില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ചോദ്യം, പ്രതിശരീരം വിശേഷങ്ങൾ ഉണ്ടായിക്കൂടെ? അതായത് ഓരോ ജീവാത്മാവിനെ സംബന്ധിച്ചും വിശേഷമുണ്ടായിക്കൂടെ എന്നാണ്. എന്താ ഈ വിശേഷം എന്ന് പറഞ്ഞാൽ? ഒരു വിഷമം പിടിച്ചൊരു വിശേഷം പിടിച്ചൊരു വാക്ക് തന്നെയാണ്. സാധാരണ നമ്മൾ ചോദിക്കുന്നതാണ്. ഞാൻ ഒരു അമ്മേനോട് ചോദിച്ചു, വിശേഷമൊന്നുമില്ലല്ലോ, ഇനിയിപ്പോൾ അതും കൂടി ഉണ്ടായാൽ മതി പറഞ്ഞു. എന്തൊരു കഷ്ടമെന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ വെറുതെ ചോദിച്ചു, എനിക്കറിയില്ല അവർ വേറെ അർത്ഥം എടുക്കുന്നുള്ളത്. ഞാൻ അമ്മയോട് ഫോൺ ചെയ്ത് ചോദിച്ചതാ, വിശേഷമൊന്നുമില്ലല്ലോ അമ്മ, ഇനിയിപ്പോൾ അതും കൂടി ഉണ്ടായാൽ മതി, എന്നാ ഒക്കെ കണക്കായി.
എന്തൊരു കഷ്ടമെന്ന് ആലോചിച്ചു. ഇവിടെ എന്താ വിശേഷം? വിശേഷം അതല്ല. ഇത് വൈശേഷിക ദാർശനികർ പറയുന്നൊരു പദാർത്ഥമാണ്. വൈശേഷിക ദർശനത്തിൽ, ഈ വൈശേഷിക ദർശനത്തിന് വൈശേഷിക ദർശനം എന്ന് പേര് വരാൻ തന്നെ കാരണം അത് വിശേഷത്തെ പറയുന്നത് കൊണ്ടാണ്. എന്താ വിശേഷം എന്ന് ചോദിച്ചാൽ, അവിടെ ഇപ്പൊ കാര്യരൂപമായിരിക്കുന്ന വസ്തുക്കൾ ഭിന്നങ്ങളാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്നാൽ കാരണമായിരിക്കുന്ന, ആത്യന്തിക കാരണമായിരിക്കുന്നത് വൈശേഷിക ദർശനത്തിൽ പരമാണുക്കളാണ്. നമുക്ക് സ്വീകാര്യമല്ല അത്, നമുക്കത് സ്വീകാര്യമല്ല. വൈശേഷിക ദർശനം അനുസരിച്ച് സകല കാര്യസംഘാതങ്ങളുടെയും അടിസ്ഥാന കാരണം എന്ന് പറഞ്ഞാൽ പരമാണുവാണ്. പരമാണുക്കൾ ചേർന്ന് ദ്യണുകങ്ങൾ, ദ്യണുകങ്ങൾ ചേർന്ന് പദാർത്ഥങ്ങൾ, അങ്ങനെ പോവുക ചെയ്യാം. അപ്പം അവിടെ സ്ഥൂല പദാർത്ഥങ്ങൾ തമ്മിൽ ഭേദം ആർക്കും മനസ്സിലാക്കാം. എന്നാൽ അതിസൂക്ഷ്മമായ പരമാണുക്കൾ തമ്മിൽ എങ്ങനെയാണ് വേർപെട്ടിരിക്കുന്നത്? ഉദാഹരണം, ആകാശത്തിൻ്റെ പരമാണുവും ആകാശത്തിൻ്റെ പരമാണുവും എങ്ങനെ വേർപെട്ടിരിക്കുന്നു? അല്ലെങ്കിൽ വായുവിൻ്റെ വായുവിൻ്റെ പരമാണുവും എങ്ങനെ വേർപെട്ടിരിക്കുന്നു? ജലത്തിൻ്റെ പരമാണുവും എങ്ങനെ വേർപെട്ടിരിക്കുന്നു? ചോദ്യം. ആകാശത്തിൻ്റെയും വായുവിൻ്റെ എങ്ങനെ വേർപെട്ടിരിക്കുന്നു എന്ന് ചോദിക്കരുത്. കാരണം അവിടെ ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്നിവ ഭിന്നമാണ്. എന്നാൽ ഒരേ ഭൂതത്തിൻ്റെ പരമാണുക്കൾ എങ്ങനെയാണ് വേർപെട്ടിരിക്കുന്നത്? ഇതാണ് ചോദ്യം. അപ്പം അവിടെ വൈശേഷികം പറഞ്ഞതാണ്, അത് വിശേഷം എന്നൊരു പദാർത്ഥമുണ്ട്. വിശേഷം എന്ന പദാർത്ഥം കൊണ്ടാണ് പരമാണുക്കൾ വേർപെട്ടിരിക്കുന്നത് എന്ന്. ആ വിശേഷം എന്താണെന്ന് വൈശേഷികം പറഞ്ഞിട്ടില്ല. അത് പക്ഷേ പിന്നീട് ശാസ്ത്ര ഗവേഷണം മുന്നോട്ട് പോയപ്പോൾ ഇലക്ട്രോണുകളുടെ കോൺഫിഗറേഷനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് ആ വിശേഷം എന്നുള്ളത്. ഒരു പരമാണുവും വേറൊരു പരമാണുവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത്. എന്നാൽ അവിടെ ഇതുപോലെ ജീവഗതമായി, ജീവാത്മഗതമായി വിശേഷമുണ്ട് എന്നുള്ളതിന് പ്രമാണമില്ല. ഉണ്ടെങ്കിൽ പറയായിരുന്നു. എന്ത് പറയാം? ബ്രാഹ്മണന്റെ ജീവാത്മാവും പട്ടിയുടെ ജീവാത്മാവും പട്ടിയെ പാകം ചെയ്യുന്നവൻ്റെ ജീവാത്മാവും വ്യത്യസ്തമാണെന്ന് പറയാമായിരുന്നു. അതിനൊരു പ്രമാണവും എവിടെയില്ല. അതാണ് പറയുന്നത്, ന അപി അന്ത്യാവിശേഷാഃ, ഒടുക്കത്തെ വിശേഷങ്ങൾ ആത്മനഃ ഭേദകഃ ന സന്തി, ആത്മാവിൻ്റെ ഭേദകങ്ങളായിട്ടില്ല. എന്താ ഈ ഒടുക്കത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞത്? വൈശേഷികൻ അവിടെയാണ് ഒടുക്കത്തിൽ എത്തിച്ചേരുന്നത്. അവസാനത്തെ ചോദ്യം അതാണ്. ശരി, നിന്റെ സിദ്ധാന്തമൊക്കെ ശരി തന്നെ, പക്ഷേ രണ്ട് പരമാണുക്കൾ എങ്ങനെ പരസ്പരം വേർപെട്ടിരിക്കുന്നു? അവിടെയാണ് ഒടുക്കത്തെ പദാർത്ഥമായിട്ട്, അവസാനത്തെ പദാർത്ഥമായിട്ട് വിശേഷമുണ്ടെന്ന് പറയുന്നത്. അത്തരം വിശേഷങ്ങൾ ആത്മാവിലുണ്ട് എന്നുള്ളതിനൊരു പ്രമാണവും ഇല്ല. പ്രതിശരീരം തേഷാം സത്വേ പ്രമാണാനുപപത്തേഹേ, വിശേഷം പ്രതിശരീരമുണ്ട് എന്നുള്ളതിന് യാതൊരു പ്രമാണവുമില്ല. അതുകൊണ്ട് അതും സ്വീകരിക്കാൻ പറ്റില്ല. അപ്പം എന്ത് മനസ്സിലാക്കാം? എല്ലാവരിലും ഉണ്മ സമമാണ്, ഏകമാണ്. അതഃ, അതുകൊണ്ട് സമം ബ്രഹ്മ, ബ്രഹ്മം സമമാണ്, ഏകം ച, ഏകമാണ്. നോക്കൂ, ഇതിൽ പരം ഏകത്വ ദർശനം ഏതാ ഉള്ളത്? ഏതൊക്കെ തരം സോഷ്യലിസങ്ങൾ അല്ലെങ്കിൽ നമ്മളെല്ലാം ഒന്നാണെന്ന ചിന്താഗതി വളർത്തുന്ന സിദ്ധാന്തങ്ങൾ ലോകത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ഒന്നുകിൽ രാഷ്ട്രീയ സമത്വമോ ദേശീയ സമത്വമോ ലിംഗസമത്വമോ ധനസമത്വമോ അല്ലെങ്കിൽ ക്ലാസ് വർഗസമത്വമോ ഒക്കെയാണ്. ഇപ്പം കമ്മ്യൂണിസത്തിലൊക്കെ ആണെങ്കിൽ വർഗസമത്വമാണ്. അത് വർഗീയമായിട്ടുള്ള സമത്വമേ ഉണ്ടാവുള്ളൂ, വേറൊരു സമത്വം ഉണ്ടാവില്ല എന്നുള്ളതാണ് കമ്മ്യൂണിസത്തിൻ്റെ സിദ്ധാന്തം. ഇപ്പം സോഷ്യൽ
സ്ട്രാറ്റ, സാമൂഹിക ഘടനയിൽ ഉള്ള സമത്വം, സാമ്പത്തികം തുടങ്ങിയവയാൽ ഉണ്ടാക്കപ്പെടുന്ന സമത്വതാണ് സോഷ്യലിസം പറയുന്നത്. അതെല്ലാം ബാഹ്യവും മാറ്റങ്ങൾക്ക് വിധേയവുമാണ്. ഒരു സാമൂഹിക ഘടനയിലെ സമത്വം ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഉദാഹരണം പറഞ്ഞാൽ, സർക്കാരിൻ്റെ ഉടമസ്ഥതയിൽ എല്ലാ എസ്റ്റാബ്ലിഷ്മെൻറ്റും സർക്കാരിൻ്റെ ഉടമസ്ഥതയിൽ വിഭാവനം ചെയ്യപ്പെടുന്ന ഒരു വ്യവസ്ഥയിൽ അയാൾ വേറെ രാജ്യത്ത് പോയിട്ട് കോടിക്കണക്കിന് ഉറുപ്പ്യ നിക്ഷേപിച്ചു. പോയില്ലേ? ഇവിടുത്തെ സമത്വം പോയില്ലേ? ചിന്തിക്കുക. ഇനി ഇവിടെ പറയപ്പെടുന്ന സമത്വം സിദ്ധാന്തത്തിലല്ലാണ്ട് പ്രയോഗത്തിലുണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിൽ കമ്മ്യൂണിസ്റ്റ് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല. നമ്മുടെ ശാസ്ത്രത്തിലെ വർണ്ണ സിദ്ധാന്തം പോലെയാ. ശാസ്ത്രത്തിലെ വർണ്ണ സിദ്ധാന്തം ഒന്നാം തരമാണ്. പക്ഷെ പ്രാവർത്തികമായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാ മറുപടി. വർണ്ണ സിദ്ധാന്തം വളരെ നല്ല സിദ്ധാന്തമാണ്. ചാതുർവർണ്ണ്യം ഇത്ര നല്ലൊരു സിദ്ധാന്തം വേറെ ഇല്ല. പക്ഷേ പ്രാവർത്തികമായിട്ടുണ്ടോ സ്വാമി ഒന്ന് ചൂണ്ടിക്കാണിച്ചു തരുമെന്ന് ചോദിച്ചാൽ സത്യസന്ധമായി പറഞ്ഞാൽ കാണാൻ വിഷമം തന്നെയാണ്. കാരണം മനുഷ്യൻ്റെ സ്വാർത്ഥമുള്ള കാലത്തോളം ഇതൊന്നും നടപ്പിലാവില്ല. ഉണ്ട്? ഇല്ല. അപ്പോ ഇത്ര ഏകത്വത്തെ പറയുന്ന വേറെ ഏതൊരു ദർശനമാണുള്ളത്? ഇതൊക്കെ എടുക്കേണ്ടുന്ന ഇഷ്ടം പോലെ PhD എടുക്കുന്നുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഇതിൽ വലിയ പരിവർത്തനം വരും. നമ്മളെപ്പോഴും ശുഭസങ്കല്പത്തോടു കൂടി ഇരിക്കുക. ഭാരതം എന്ന് പറഞ്ഞാൽ ഇന്ത്യ അല്ല, ഭാരതത്തിൻ്റെ നാളുകളാണ് ഇനി വരാൻ പോണത്. ലോകം മുഴുവൻ ഏറ്റവും ഉന്നത വിദ്യാലയങ്ങളിൽ ഭാരതീയ ശാസ്ത്ര പഠനം വ്യാപകമായി കൊണ്ടിരിക്കുന്നു. അവിടെ വലിയൊരു കുഴപ്പമുണ്ടായിരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ മറ്റൊരു വിഷയത്തിലേക്ക് പോകല്ലേ, ഇപ്പോൾ അത് പറഞ്ഞുകൊണ്ട് പറയുകയാണ്, വളരെ പ്രസക്തമായ വിഷയമാണ്. ഏറ്റവും പ്രധാനമായ വിഷയം ഇപ്പോൾ ഏത് യൂണിവേഴ്സിറ്റിയിലായാലും, MIT പോലുള്ള ഹയസ്റ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായാലും, അല്ലെങ്കിൽ വലിയ യൂണിവേഴ്സിറ്റികൾ, ബെർക്ലിയോ സ്റ്റാൻഫോർഡോ ഏത് മനുഷ്യ എടുത്തോളൂ, ഓക്സ്ഫോർഡോ കാംബ്രിഡ്ജോ, അവിടെയൊക്കെ ഇൻഡോളജിക്കൽ സ്റ്റഡീസ് ഉണ്ട്. പക്ഷേ അവിടെയൊക്കെ ഫാക്കൾട്ടി ആയിട്ട് പോയത് വികൃതവും വികലവുമായ ഭാരതീയ വീക്ഷണമുള്ള പ്രൊഫസർമാരാണ്. പക്ഷേ അതിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 10-30 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് വലിയ മാറ്റം വരും. കാരണം ഇന്ത്യൻ നോളജ് സിസ്റ്റം ഇവിടെ IIM-കളിൽ, IIT-കളിൽ, സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ഒക്കെ ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞു. നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം ഇനി ഏറെ താമസിയാതെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും വരും. ആ ഇന്ത്യൻ നോളജ് സിസ്റ്റത്തിൻ്റെ സിലബസ്, കരിക്കുലം എല്ലാം എന്തൊക്കെ വേണം, എങ്ങനെയൊക്കെ വേണമെന്ന് വിദ്വാൻമാർ കൂടിയിട്ടാണ് തീരുമാനിക്കുന്നത്, അല്ലാണ്ട് വെറുതെ ഒന്നുമല്ല. അപ്പം അതുകൊണ്ട് അത് പഠിച്ചു വരുന്ന സ്കോളേഴ്സ് നാളെ ലോകത്തിൽ എല്ലാ യൂണിവേഴ്സിറ്റികളിലും പെനിട്രേറ്റ് ചെയ്യും. അതുകൊണ്ട് ഒരു 10 കൊല്ലം മുമ്പ് പറഞ്ഞത് തന്നെ ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട, അതിലൊക്കെ മാറ്റം വന്നുകൊണ്ടിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പം ഈ നയം മാത്രം നടപ്പിലായാൽ മതി. ഇവിടുത്തെ ഒരു എന്താ പറയേണ്ടത്, ഇൻ്റലിജൻഷ്യ എന്ന് പറയുന്ന വിഭാഗം തീർച്ചയായിട്ടും ഭാരതീയ ശാസ്ത്രങ്ങളിൽ ആദരവുള്ള ഒരു സമൂഹമായിട്ട് വളർന്നു വരും ഏറെ താമസിയാതെ. ഒരു സംശയം പറയുന്നതിനില്ല. വ്യത്യസ്ത ഉന്നത വിദ്യാസ്ഥാപനങ്ങളിൽ 108 പേരുടെ PhD ഇപ്പോൾ സ്പോൺസർ ചെയ്ത് കഴിഞ്ഞ ആഴ്ച. വേദാന്തത്തിൽ, വ്യാകരണത്തിൽ, ന്യായത്തിൽ, പൂർവമീമാംസയിൽ, വൈശേഷികത്തിൽ, ഇങ്ങനെയുള്ള വിവിധ ദർശനങ്ങളിൽ വലിയ മാറ്റം വരുന്നുണ്ട്. അത് മനസ്സിലാക്കുക. അതിരിക്കട്ടെ.
അപ്പോൾ അതഃ സമം ബ്രഹ്മ ഏകം ച തസ്മാത് ബ്രഹ്മണിയേവ തേ സ്ഥിതാഹ. പറഞ്ഞത് ഇതിൽ പരം ഒരു ഏകത്വം വേറെ എവിടെ കാണാൻ പറ്റും? പണ്ട് ഏകത്വം പറയും, നിന്നെ മുറിച്ചാലും കാണും ചോര, എന്നെ മുറിച്ചാലും കാണും ചോരാന്ന്. അത് ഏകത്വമല്ല. ചോരാന് എത്ര ജാതിയുണ്ട്? ഒരു UP സ്കൂൾ കുട്ടിക്ക് തന്നെ അറിയാം 8 ജാതി ചോര ഉണ്ടെന്ന്. എന്നാൽ കുറച്ചും കൂടി പഠിച്ചു പോകുമ്പോഴത്തേക്കോ എത്ര എത്ര വിഭാഗങ്ങളിലാ രക്തമുള്ളത്? കളറ് മാത്രം നോക്കിയാൽ മതിയോ? എല്ലാവരും രക്തം ഒരുപോലെയാ? എല്ലാവരും രക്തം ഒരുപോലെ ഒരുത്തൻ്റെ രക്തം മറ്റൊരു കുത്തിക്കയറ്റാട്ടെ ചത്തുപോകില്ലേ? അപ്പോൾ അതെന്തൊക്കെ ഫാക്ടേഴ്സ് നോക്കാനുണ്ട്. ഇപ്പം പറഞ്ഞതിൻ്റെ അർത്ഥം, ഈ ആത്മീയ സമത്വം പോലെ മറ്റൊരു സമസിദ്ധാന്തം ഇല്ല, ഉണ്ടാവുകയില്ല. ഇതാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. ഇതാണ് വരും തലമുറയെ പഠിപ്പിക്കേണ്ടത്. ശ്രദ്ധ. സമം ഏകം ച തസ്മാത് ബ്രഹ്മണിയേവ തേ സ്ഥിതാഹ. അതുകൊണ്ട് ബ്രഹ്മത്തിൽ തന്നെയായിരുന്നു ആണ് അവർ സ്ഥിതന്മാരായത്. ബ്രഹ്മത്തിൽ തന്നെ ആയിരിക്കും അവർ സ്ഥിതന്മാരാകുന്നത്. ആയിരുന്നു, ആണ്, ആകും. 3 കാലങ്ങളിലും എന്നർത്ഥം. തസ്മാത് ന ദോഷഗന്ധമാത്രമപി താൻ സ്പൃശതി. അതുകൊണ്ട് ദോഷത്തിന്റെ ഗന്ധം പോലും അവരെ ഏൽക്കുന്നില്ല. ദോഷഗന്ധം പോലുമില്ല. ഇത് ഭാഷ്യകാരൻ്റെ ഒരു ശൈലിയാണത്. ദോഷത്തിൻ്റെ ഒരു മണം പോലും ഇല്ല. തീരെ ഇല്ല എന്നർത്ഥം. അത്രയേ ഉള്ളൂ. അയാൾ ഗന്ധമൊന്നും ആരും ചിന്തിക്കേണ്ട ആവശ്യമില്ല അവിടെ. ദേഹാദി സംഘാത് ആത്മദർശന അഭിമാനാഭാവാത്. ദേഹാദി സംഘാതത്തിലുള്ള ആത്മദർശനത്തിൻ്റെ അഭാവം കൊണ്ട്, ദേഹാദി സംഘാതമല്ല ആത്മാവ് എന്ന് ഉറച്ചറിഞ്ഞിരിക്കുന്നത് കൊണ്ട് എല്ലാത്തിലും ഒന്ന് കാണുന്നു. എല്ലാത്തിലും ഒന്ന് കാണുന്നു. ഈ ഒരു അദ്വൈത ദർശനം ഉൾക്കൊണ്ടവർക്കേ ഭേദകൽപ്പനകളെ ഇല്ലാതാക്കാൻ കഴിയൂ. അല്ലാത്തവർക്ക് ഒരു കൽപ്പന അല്ലെങ്കിൽ വേറൊരു കൽപ്പന ഉണ്ടാവും, ഉറപ്പാണ്. ഈ വേദാന്തം ഉൾക്കൊണ്ടവരാണ് ഇടക്കാലത്ത് നമ്മളിൽ തന്നെ വന്നുപോയ ഇരുട്ടിൻ്റെ അപസിദ്ധാന്തങ്ങളെ മുഴുവൻ നീക്കാൻ പരിശ്രമിച്ച നായകന്മാർ. ഇടക്കാലത്ത് നമ്മുടെ ഇടയ്ക്ക് ഇരുട്ടിൻ്റെ ഒരുപാട് അപസിദ്ധാന്തങ്ങൾ വന്നു. തൊടാൻ പാടില്ല, അവന് നേളിൽ തൊട്ടാൽ അശുദ്ധാവും, അവൻ തൊട്ട വെള്ളം തൊട്ടാൽ അശുദ്ധാവും, തൊട്ടാൽ അശുദ്ധാവും ഇല്ലേ? തൊട്ടാൽ പോരാ, കണ്ടാൽ അശുദ്ധാവും. ഒരു കൂക്കി വിളിച്ചു പോകുന്നത് വരെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ തീയപ്പാട്, പറയപ്പാട്, ചെറുമപ്പാട് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇങ്ങോട്ട് നമ്പൂരിപ്പാട്, വട്ടരിപ്പാട് അങ്ങനെയല്ല കേട്ടോ. അത് വേറെ പാട്, ഇത് വേറെ പാട് അല്ലേ? അതെ. ആ, ഇപ്പൊ ഉണ്ടോ അങ്ങനെയൊക്കെ? ഇപ്പൊ ഉള്ളത് എവിടെയാ? എവിടെയാണത്? അനങ്ങാൻ പറ്റില്ല. അനുവദിക്കാൻ പാടില്ലാത്തതാണ്. അനുവദിക്കാൻ പാടില്ല. ഇക്കാലത്ത് അത് ഉണ്ട് പറഞ്ഞാൽ കഷ്ടമാണ്. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. നവമിയോ? അതനുവദിക്കാൻ പറ്റാത്തതാണ്. എല്ലാവരും ഒരേപോലെ ശുദ്ധി പാലിച്ചാൽ ഒരേപോലെ എല്ലാവർക്കും പ്രവേശാദി വ്യവഹാരം ഉണ്ടാവണം. അതേ സമയത്ത് ഇപ്പോൾ മറ്റ് കാരണങ്ങളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളുണ്ടെങ്കിൽ, ഉദാഹരണം പറഞ്ഞാൽ ഒരു ക്ഷേത്രത്തിലേക്ക് സന്യാസി പ്രവേശിക്കുന്നത് ഏറ്റവും പുണ്യമായിട്ടാണ് മാനിക്കപ്പെടുന്നത്. സന്യാസിമാർ ക്ഷേത്രോപാസകന്മാരല്ല. സന്യാസിമാർ ക്ഷേത്രോപാസകന്മാരല്ല. എങ്കിൽ പോലും ഒരു സന്യാസി ഒരു ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നത് ഏറ്റവും ആ ക്ഷേത്രത്തിന് പുണ്യകരമായിട്ടാണ് നമ്മുടെ ഒരു 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 മാന്യത. എന്നാൽ സന്യാസിയെ കയറ്റാത്ത ക്ഷേത്രമുണ്ട്. സന്യാസി കയറാൻ പറ്റില്ല. കയറി കഴിഞ്ഞാൽ ശുദ്ധികലശം വേണം. പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, സന്യാസിനെ ഞങ്ങളവിടെ കയറാൻ പോകണില്ല. അവനും വിളിക്കുന്നിടത്തേക്ക് തന്നെ പോകാൻ നേരമല്ല, പിന്നെയല്ലേ വേണ്ടാത്ത ഇടത്തേക്ക് പോയി കയറണം. അപ്പോൾ ഒരു സ്വാമിജി നമ്മളോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, സ്വാമി നമുക്കൊക്കെ ഒന്ന് പോയാലോ? വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. കാരണം അവിടെ മറ്റെന്തെങ്കിലും ചില കാരണങ്ങളുണ്ടാവും. ആ കാരണം എന്താ നമുക്കറിയില്ല.
അപ്പം അങ്ങനെയുള്ള വിശേഷങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ രണ്ട് ഈ കോട്ടയുടെ പേര് കിട്ടുന്നില്ലല്ലോ, തലപ്പാറക്കോട്ട. തലപ്പാറക്കോട്ടയുടെ പ്രതിനിധികൾ ശബരിമല 18-ാം പടി നേരെ കയറൂല. അവർ വശത്തിലൂടെ പോയിട്ട് വരാനേ പാടുള്ളൂ. ഇപ്പം തലപ്പാറക്കോട്ടയിലെ വനവാസികൾ അവിടുത്തെ വനവാസികൾ നേരെ കയറില്ല. അപ്പോൾ ചിലർ വിചാരിക്കും, കണ്ടോ വനവാസികളായതുകൊണ്ട് കയറ്റാത്ത. അതല്ല, അയ്യപ്പൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് അവർക്കുള്ളത്. അയ്യപ്പൻ്റെ അച്ഛൻ്റെ സ്ഥാനമായതുകൊണ്ട് അവർ കയറിക്കഴിഞ്ഞാൽ അയ്യപ്പൻ അപ്പം എണീക്കുന്ന വിശ്വാസം. അതുകൊണ്ട് അവർ സൈഡിൽ കൂടിയേ പോകുള്ളൂ. സാമാന്യമായി പന്തള രാജവംശത്തിൻ്റെ പ്രതിനിധികളും എപ്പോഴും നേരെ കയറില്ല. ഒരു വിശേഷ സന്ദർഭത്തിൽ അവർ തിരിഞ്ഞിറങ്ങുന്ന എന്തോ ഒരു ചടങ്ങുണ്ട്, എന്താണെന്ന് പൂർണ്ണമായിട്ട് അറിയില്ല. അല്ലാതെ പോവില്ല, അല്ലാതെ വശത്തിലൂടെ പോകുള്ളൂ. ഇത് രണ്ടും പിതൃസ്ഥാനീയരാണ്. അപ്പം ഇങ്ങനെയുള്ള ചില സങ്കല്പങ്ങളും ഐതിഹ്യങ്ങളും ഒക്കെയായി കെട്ടുപണഞ്ഞ് കിടക്കുന്ന ചില ആചാരങ്ങളെ നമുക്ക് എതിർക്കാൻ പറ്റില്ല. അല്ലാതെ ഒരു വിഷമമുള്ള ആചാരം നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് പെട്ടെന്നങ്ങ് കയറി എതിർക്കരുത്. എന്തെങ്കിലും നമ്മളെ ദൃഷ്ടിയിൽ ശരിയല്ലാത്തത് കണ്ടാൽ പെട്ടെന്നങ്ങ് എതിർത്തേക്കരുത്. അതിൻ്റെ പിന്നിലുള്ള കാര്യകാരണങ്ങൾ എന്താണെന്ന് പഠിച്ചിട്ട് വേണം. അത് പറ്റൂല, അത് പറ്റാത്തതാണ്. അപ്പോൾ ബാക്കി വ്യവഹാരങ്ങളും അതുപോലെ നോക്കണം. പിരിവിന് വരുമല്ലോ, പിരിവിന് വരുമ്പം കൊടുക്കരുത്. ഞങ്ങൾ ഇത്ര ദൂരേന്നേ തരാൻ പാടുള്ളൂ. അത് തന്നെയാ പറഞ്ഞത്. അതെല്ലാത്തിലും വ്യവഹാരം മാറ്റം വരുത്തണം എന്ന് അതുകൊണ്ടാണ് പറഞ്ഞത്. ശരി. അപ്പോ ദോഷഗന്ധമാത്രം അഭി എന്തുകൊണ്ടില്ല? ദേഹാദി സംഘാതാത്മദർശന അഭിമാനാഭാവാത്. ആത്മഭേദം ഇല്ലാത്തത് കൊണ്ട്. ദേഹാദി സംഘാത് ആത്മദർശന അഭിമാനവത് വിഷയം തു തത്സൂത്രം. ആ സൂത്രം, ഏത് സൂത്രം? ഇപ്പൊ എന്ത് പറഞ്ഞിട്ടായി ചർച്ച ചെയ്തത്? സമാസമാഭ്യാം വിഷമസമേ പൂജാതഃ എന്നുള്ള ഗൗതമ ധർമ്മ സൂത്രങ്ങളെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ ചർച്ച വന്നത്. ആ സൂത്രം ആത്മജ്ഞാന വിഷയമല്ല. പിന്നെ അതെന്ത് വിഷയമാണ്? അത് കർമ്മ വിഷയമാണ്. അത് ദേഹാദി സംഘാതത്തെ മാത്രം നോക്കിക്കാണുന്നവരുടെ ബുദ്ധിയിലുള്ള വിഷയമാണ്. അവിടെ ആത്മദർശനമൊന്നുമില്ല ആ തലത്തിൽ. അവർക്ക് ആത്മാവിനെ കുറിച്ച് അറിയില്ല, അവർക്ക് ദേഹത്തെക്കുറിച്ചേ അറിയുള്ളൂ. ആ ദേഹത്തിൻ്റെ വിശേഷങ്ങളെ അവർക്കറിയുള്ളൂ. അപ്പം അവിടെ പൂജയ്ക്ക് വ്യത്യാസമുണ്ട് അവരെ സംബന്ധിച്ച്. അത് വേദാന്തിയെ സംബന്ധിച്ച് ഇല്ല. മനസ്സിലായില്ല പറഞ്ഞത്? ഇത് ഈ പൂജാവിഷയത്വ വിശേഷണമാണ്. അത് പൂജാവിഷയത്വ വിശേഷണമാണ്. ദൃശ്യദേഹി ബ്രഹ്മവിദ് കാണുന്നുണ്ട്, ലോകത്തിൽ കാണുന്നുണ്ട് ബ്രഹ്മജ്ഞാനി. അപ്പോൾ ബ്രഹ്മജ്ഞാനികൾക്കൊരു പ്രത്യേക സീറ്റ്. പിന്നെയോ ഷഡംഗവിദ്, 6 അംഗങ്ങളും ശിക്ഷാകൽപ്പം വ്യാകരണം നിരുക്തം ഛന്ദസ് ജ്യോതിഷം എന്നിവ 6ഉം പഠിച്ചവർക്ക് വേറൊരു സീറ്റ്. പിന്നെയോ ചതുർവേദവിദ്, 4 വേദവും പഠിച്ച ആൾക്ക് ചതുർവേദി, അവർക്ക് വേറൊരു മാന്യത. അത്ര ഉണ്ടാവില്ല ത്രിവേദിക്ക്, അത്ര ഉണ്ടാവില്ല ദ്വിവേദിക്ക്, അത്ര ഉണ്ടാവില്ല വേദിക്ക്. ഇത് ലോകവ്യവഹാരത്തിലുണ്ട്. അതൊക്കെ ഇപ്പോഴും ഇല്ലേ? ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞു വെച്ചോളൂ. ഇതൊക്കെ ഇപ്പോൾ ഏകത്വം പറഞ്ഞാലും വ്യവഹാരം വരുമ്പോൾ നമ്മളും ചെയ്യും അങ്ങനെയൊക്കെ. സത്യം പറയണത് എന്താ? ഇവിടെ ചെയ്യും. ഇല്ലയെന്ന് പറയാൻ പാടില്ല. ഇല്ലയെന്ന് പറഞ്ഞാൽ തെറ്റി. ഇല്ലയെന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം ആത്മവഞ്ചന ചെയ്യുകയും കള്ളം പറയുകയുമാണ്. കാരണം ഇവിടെ തന്നെ ധാരാളം സാധുക്കൾ സന്യാസിമാർ വരും. അപ്പോൾ സന്യാസദീക്ഷ സ്വീകരിച്ചവരാണെന്ന് ഉറപ്പ് നമുക്കുള്ളവരെ നമ്മളൊരു പ്രത്യേക കാറ്റഗറിയിലാണ് പൂജിക്കുക. അല്ല എന്നുള്ള സാധുക്കളെ നമ്മൾ വേറൊരു കാറ്റഗറിയിലായി ഇരുത്തുക. എന്താ, ഒരു മോശക്കാരായതുകൊണ്ടാണോ? അല്ല, അവർ നിന്ദ്യരോ ഇവർ വിശേഷതയുള്ളവരായിട്ടല്ല. പക്ഷെ വ്യവഹാരത്തിൽ അത്തരം വിശേഷതകൾ ലോകത്തിൽ നമ്മൾ കൽപ്പിക്കുന്നുണ്ട്. ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അവധൂത തലത്തിൽ അതൊന്നുമില്ല. കാരണം ലോക മര്യാദയെ ഉപേക്ഷിച്ച തലമാണ്. ലോകമര്യാദയുടെ തലത്തിൽ ഈ ഭേദങ്ങൾ ഉണ്ടാവും. അപ്പോൾ സമാസമാഭ്യാം വിഷമസമയ പൂജാതഃ എന്നവിടെ വരും.
ഇപ്പം ഇവിടെ തന്നെ നോക്കൂ, നമ്മളൊരു 100 സന്യാസിമാരെ ഇവിടെ വിളിച്ചു എന്ന് വിചാരിച്ചോളൂ. അതിൽ 2 മണ്ഡലേശ്വരന്മാരുണ്ടെന്ന് വിചാരിച്ചോളൂ എന്ന് വിചാരിച്ചോളൂ. ഈ മണ്ഡലേശ്വരന്മാർക്ക് ഉയർന്ന സീറ്റ് കൊടുക്കണം. അവിടെ നമുക്കൊക്കെ ഉള്ള സീറ്റ് പോരാ മണ്ഡലേശ്വരന്. അതങ്ങനെയാണ്, ഞങ്ങളവിടെയൊക്കെ അംഗീകരിച്ചതാണത്. അയ്യോ, അപ്പോൾ വേറൊരാൾ, അയ്യോ ചിദാനന്ദപുരി സ്വാമിനേക്കാൾ പൊന്തിയിട്ടാണല്ലോ മറ്റേ ആൾ ഇരിക്കണത്, അത് അങ്ങനെ തന്നെയാണ് വേണ്ടത്. അത് മണ്ഡലേശ്വരനാണ്, ചിദാനന്ദപുരി സ്വാമി മണ്ഡലേശ്വരനല്ല. മണ്ഡലേശ്വരനേക്കാൾ ഒരു പടി ഉയർന്ന പദവിയായിരിക്കും ആചാര്യ മഹാമണ്ഡലേശ്വരൻ. ഇപ്പോൾ ആചാര്യ മഹാമണ്ഡലേശ്വർ ഉദാഹരണത്തിന് അവദേശാനന്ദ സ്വാമി വന്നു എന്ന് വിചാരിച്ചോളൂ. ഇപ്പോൾ ആചാര്യ മഹാമണ്ഡലേശ്വർ അവദേശാനന്ദഗിരി സ്വാമിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും പൂജ്യാസനം കൊടുക്കണം. അതാണ്. അപ്പോഴാണ് ശങ്കരാചാര്യന്മാർ വരുന്നത്. അപ്പോഴോ അപ്പോൾ അതിനേക്കാളും അതെ, 4 ശങ്കരാചാര്യന്മാർക്കും ഏറ്റവും ഉയർന്ന ഇത് കൊടുക്കണം. ആത്യന്തികമായി ഉണ്മയിൽ ഭേദം ഉണ്ടായിട്ടല്ല വ്യവഹാരത്തിൽ ഓരോന്നും അങ്ങനെയാണ്. അങ്ങനെ തന്നെയല്ലേ എല്ലാ ഓഫീസിലും അങ്ങനെയല്ലേ? പ്രോട്ടോക്കോൾ എല്ലായിടത്തും ഇല്ലേ? ഇല്ല, എല്ലായിടത്തും പ്രോട്ടോക്കോൾ ഉണ്ടാവും. പ്രോട്ടോക്കോൾ ഇല്ലാണ്ട് പറ്റില്ല. ഇവിടെ ഇന്നലെ ഒരു രസം ഉണ്ടായി. ഇന്നലെ ഒരു കുഞ്ഞു മോനാണ്, അവന് ഒരു 8 വയസ്സ്. അവനും അവൻ്റെ അച്ഛനും അമ്മയും കൂടി ഇവിടെ വന്നു. ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു. മുഴുമുടുക്കനാണ്. അപ്പോൾ ഇവൻ്റെ അച്ഛൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഇപ്പോൾ ഹെഡ് കോൺസ്റ്റബിളോ SIയോ അങ്ങനെ ആ റാങ്കിലാണ്, എന്തായാലും അതാണ്. അപ്പോൾ ഓരോന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, മോനിപ്പോൾ എന്താണ് ആവേണ്ടത്? അപ്പോൾ മോനെന്താ പോലീസ് ആവണോ? വേണ്ട, എനിക്ക് IPS ആവണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തിനാ IPS ആവണത്? അച്ഛനെ കൊണ്ട് സല്യൂട്ട് ചെയ്യിക്കണം എന്നാണ്. ശരിയല്ലേ? 8 വയസ്സായ മോനാണ്. ഞാൻ പറഞ്ഞു, മോൻ നല്ലോണം പഠിച്ചോളൂ, ഉഷാറായിക്കോളൂ, നല്ലോണം കളിക്കണം, നല്ലോണം വ്യായാമം ചെയ്യണം, നല്ലോണം പഠിക്കണം, 100ൽ 100 മാർക്ക് മേടിക്കണം ഒക്കെ ഞാൻ ചെയ്യും. എന്താ വെച്ചാൽ അവൻ അച്ഛനെ കൊണ്ട് സല്യൂട്ട് ചെയ്യിക്കണം. ശരിയല്ലേ? അവൻ ഒരു 25 കൊല്ലം, ഒരു 20-22 കൊല്ലം കൊണ്ടൊക്കെ അവന് വേണമെങ്കിൽ IPS ആവാം. അപ്പം ഇയാൾ സർവീസിലുണ്ടാവുമോ എന്നുള്ളതാണ് ചോദ്യം. ഉണ്ടെങ്കിൽ സല്യൂട്ട് ചെയ്യണം നിർബന്ധമായിട്ടും. കാരണം ഇയാൾക്ക് കയറി പോയാൽ തന്നെ IPS കൺഫർ ചെയ്തിട്ടില്ലെങ്കിൽ അതെ, അയാളൊരു DYSP ആയാൽ പോലും സല്യൂട്ട് ചെയ്തേ മതിയാവും. അപ്പോൾ സമാസമാപ്യ. എൻ്റെ അച്ഛനാണെന്നോണ്ട് അച്ഛൻ വീട്ടിൽ അച്ഛനെ ബഹുമാനിക്കാം. പക്ഷേ യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ അച്ഛൻ മകനെ ബഹുമാനിക്കണം. അവനാള് ഭീകരനാണ്. 8 വയസ്സായിട്ടുള്ള ഞാൻ എന്തിനാണ് IPS ആക്കണം എന്നാണ്. IPS മേടിക്കണം. ഒരു മിടുക്കൻ. അമ്മ പറഞ്ഞു കൊടുത്തോ ഇല്ലയോ എന്നുള്ളത് ഇപ്പം നമുക്കറിയില്ല. അത് അവരോട് ചോദിക്കേണ്ടതാണ്. അപ്പം ഞാൻ അവനെ ഇന്നലെ ഇട്ട് പഠിപ്പിച്ചു. നല്ല ബുദ്ധി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ദിവസവും മോൻ ഏത്തോടണം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു. അവന് ശരിക്കും ചെയ്യാനൊന്നും പറ്റില്ല. ചെയ്യുമ്പോൾ വീണ് പോണൊക്കെ ഉണ്ട്. അപ്പോൾ വേറെ മക്കൾ ചെയ്ത് കാണിച്ചു. ഇവിടുന്ന് വേറെ മക്കളും വന്നു. അപ്പോൾ റൂമിൽ അവർ വന്നു. അപ്പോൾ അവർ കാണിച്ചു മനസ്സിലായിട്ട്. അവന് ശരിക്കും അത് കാണിക്കാൻ അറിയില്ല, ആയിട്ടില്ല, ചെറിയ കുട്ടിയാണ്, ചെറുതാണ്. കാരണം നല്ല ഏത്തം ശരിക്കും ഇട്ട് കഴിഞ്ഞാൽ നല്ല ബുദ്ധി വികാസം ഉണ്ടാവും. നാഡീവ്യവസ്ഥ മുഴുവൻ വളരെ ശ്രേഷ്ഠമാകും. അപ്പോൾ തന്നെ അൽഷിമേഴ്സ് അതുപോലെ അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ വരാനുള്ള സാധ്യത കുറയും ദിവസം ഏത്തിടുന്നവർക്ക്. കാരണം നാഡീവ്യവസ്ഥയുടെ മുഴുവൻ മുകളിലുള്ള വ്യായാമമാണത്. വെറുതെ ചെയ് പിടിച്ച് ഏത്തിട്ടൊരു കാര്യമില്ല. കാല് പിണച്ച് വെച്ച് ആ കാലിപ്പോൾ വലത്തെ കാൽ ഇടത്തോട്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇടത്തെ കൈ വലത്തോട്ടാക്കണം. അപ്പോഴേ നമ്മുടെ ബ്രെയിനിൽ 2 സൈഡിലും ഒരുപോലെ ബാലൻസ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ രണ്ടും ഒരേ സൈഡിലേക്കാണ് വെക്കണ, കൈയും കാലും ഒരേ കാണിച്ചാൽ ഇപ്പോൾ റൈറ്റ് ആണെങ്കിൽ ലെഫ്റ്റ് ബ്രെയിൻ മാത്രമേ ഉത്തേജിതാവുള്ളൂ, ലെഫ്റ്റ് ആണെങ്കിൽ റൈറ്റ് ബ്രെയിനേ ഉത്തേജിതാവുള്ളൂ. അതുകൊണ്ട് രണ്ടും പണച്ച് വെക്കണം. രണ്ടും പണച്ച് വെച്ചിട്ട് എത്തോട്ടണം. അത് ഇവിടെ തന്നെ പിടിക്കണം, ഈ ഭാഗം തന്നെ. അല്ല ഇവിടെ പിടിച്ചാൽ പോരാ.
എന്നാ വളരെ കേമായി. നീ അങ്ങനെ മുട്ട് നിലത്ത് കുത്തിയിട്ട് വീണ് എല്ല് പൊട്ടിയിട്ട് ചിദാനന്ദ സ്വാമി പറഞ്ഞാൽ സംഗതി ശരിയാവില്ല. അത് ഓരോരുത്തർക്ക് സാധ്യതയ്ക്ക് അനുസരിച്ച് ചെയ്യേണ്ടതാണ്. നല്ല വ്യായാമം. ശരി. ഇപ്പം എന്തായാലും ചുരുക്കി പറഞ്ഞാൽ അവിടെ ഇപ്പോൾ ഗീതയ്ക്ക് പോയിട്ട് എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ ഏത്തൊടാൻ പഠിച്ചു എന്ന് പറഞ്ഞാൽ ശരി. അപ്പോൾ ദൃശ്യദേഹി ബ്രഹ്മവിദ് ഷഡംഗവിദ് ചതുർവേദവിദ് ഇത് പൂജാദാനാദൗ, പൂജാദാനം തുടങ്ങിയവയിൽ ഗുണവിശേഷ സംബന്ധ, ഗുണവിശേഷ സംബന്ധം കാരണമാണ്. എവിടെ എവിടെ കർമ്മ വിഷയത്തിൽ, ആത്മജ്ഞാന വിഷയത്തിൽ അതുണ്ടോ? ഇല്ല. അതാണ് ബ്രഹ്മതു സർവഗുണദോഷ സംബന്ധവർജിതം. ബ്രഹ്മം സർവഗുണദോഷ സംബന്ധരഹിതമാണ്. അതഃ ബ്രഹ്മണിതേ സ്ഥിതാഹ, അതുകൊണ്ട് അവർ ബ്രഹ്മസ്ഥിതന്മാരാണ്. ഇത് യുക്തം. അവിടെ ഒരു ഭേദവും ഇല്ല, സമമാകണം, നിർദോഷമാണ്. കർമ്മി വിഷയം ച സമാസമാഭ്യാം ഇത്യാദി. നേരത്തെ നമ്മൾ ചിന്തിച്ച ആ സൂത്രം ഉണ്ടല്ലോ, സമാസമാഭ്യാം വിഷമസമേ പൂജാതഃ, അത് കർമ്മി വിഷയമാണ്, കർമ്മസംബന്ധമായിട്ടുള്ള വിഷയമാണ്. ഇത്യാദി ഇതം തു സർവകർമ്മ സന്യാസി വിഷയം. ഇത് സർവകർമ്മ സന്യാസി വിഷയമാണ്. രണ്ടും രണ്ടാണ്. പ്രസ്തുതം സർവകർമാണി മനസാ സന്യസ്യാസ്തേ സുഖം വശീ നവദ്വാരേ പുരേ ദേഹി നൈവ കുർവന്ന കാരയൻ ഇതി ആരഭ്യ എന്ന ശ്ലോകത്തിൽ ആരംഭിച്ച് ആ അധ്യായ പരിസമാപ്തേഹേ, അധ്യായ പരിസമാപ്തി വരെ, ഈ അധ്യായം തീരണത് വരെ എല്ലാം സന്യാസി വിഷയമാണ്, ജ്ഞാനി വിഷയമാണ്, കർമ്മി വിഷയമല്ല. അത് രണ്ടും രണ്ടാ. വ്യവഹാരം രണ്ടാ, മേഖലകൾ രണ്ടാ, നിയമങ്ങൾ രണ്ടാ, കാഴ്ചപ്പാടുകൾ രണ്ടാ, ഒക്കെ രണ്ടാ. ശരി. യസ്മാത് നിർദോഷം സമം ബ്രഹ്മ ആത്മാ തസ്മാത്, യസ്മാത് നിർദോഷം സമം ബ്രഹ്മ ആത്മാ തസ്മാത്, യാതൊരു കാരണം കൊണ്ട് നിർദോഷവും സമവുമായ ബ്രഹ്മം തന്നെയാണ് ആത്മാവ്, അതുകൊണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, നിർദോഷവും സമവുമാണ് ബ്രഹ്മം എന്ന് അറിഞ്ഞുകൊണ്ട് കാര്യമില്ല. നിർദോഷവും സമവുമാണ് ബ്രഹ്മം എന്നറിഞ്ഞാൽ ഏതോ ഒരു ബ്രഹ്മം എവിടെയോ ഉണ്ട് ഈ സർവജഗത് കാരണമായിട്ട്, അത് നിർദോഷവും സമവുമാണ്. പക്ഷെ നമ്മുടെ ആത്മാവൊക്കെ വേറെയാണ്. എന്ത്? ആത്മാവും ബ്രഹ്മം ഒരിക്കലും ഒന്നല്ല എന്ന് കണക്കാക്കിയാൽ എപ്പോഴും ഭേദബുദ്ധിയേ ഉണ്ടാവുള്ളൂ, ഭേദവ്യവഹാരമേ ഉണ്ടാവുള്ളൂ. മനസ്സിലായില്ല? ആത്മാവ് തന്നെയാകുന്നു ബ്രഹ്മം എന്ന ബോധം വേണം, അദ്വൈത ബോധം വേണം. അപ്പൊ നിർദോഷവും സമവുമായ ബ്രഹ്മം തന്നെയാണ് ആത്മാവ്. അതുകൊണ്ട് ന പ്രഹൃഷ്യേത് പ്രിയം പ്രാപ്യ നോദ്വിജേത് പ്രാപ്യ ചാപ്രിയം സ്ഥിരബുദ്ധിരസമ്മൂഢോ ബ്രഹ്മവിദ് ബ്രഹ്മണി സ്ഥിതഃ. ന പ്രഹൃഷ്യേത് പ്രിയം പ്രാപ്യ നോദ്വിജേത് പ്രാപ്യ ചാപ്രിയം സ്ഥിരബുദ്ധിരസമ്മൂഢോ ബ്രഹ്മവിദ് ബ്രഹ്മണി സ്ഥിതഃ. ബ്രഹ്മണി സ്ഥിതഃ ബ്രഹ്മവിദ്. അതിൻ്റെ പദച്ഛേദം പറയാം. ന പ്രഹൃഷ്യേത് പ്രിയം പ്രാപ്യ ന ഉദ്വിജേത് പ്രാപ്യ ച അപ്രിയം സ്ഥിരബുദ്ധി അസമ്മൂഢഃ ബ്രഹ്മവിദ് ബ്രഹ്മണി സ്ഥിതഃ. ബ്രഹ്മണി സ്ഥിതഃ ബ്രഹ്മവിദ്, ബ്രഹ്മത്തിൽ നിലകൊള്ളുന്നവനായ ബ്രഹ്മജ്ഞാനി. പ്രത്യേകം ശ്രദ്ധിക്കണം ആ പ്രയോഗം. ഒരു വസ്തുജ്ഞാനി ആ വസ്തുവിലല്ല സ്ഥിതി ചെയ്യുന്നത്. ഇത് മൈക്രോഫോണാണെന്ന് അറിയുന്ന ഞാൻ ഈ മൈക്രോഫോണിലല്ല സ്ഥിതി ചെയ്യുന്നത്. മൈക്രോഫോൺ എന്നിൽ നിന്ന് ഭിന്നമാണ്.
ഇതുപോലെ സർവജഗത് കാരണമായിട്ട് ബ്രഹ്മം എന്നൊന്നും ഉണ്ട് എന്ന് അറിഞ്ഞിട്ടൊരു പ്രയോജനമില്ല. പ്രയോജനമുണ്ട്, അത് ഉച്ചകോടിപ്പെട്ട അറിവ് തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് ആർക്കും ജീവൻ മുക്തി സുഖം ഉണ്ടാവില്ല, കൃതാർത്ഥത ഉണ്ടാവില്ല. മറിച്ച് അത് തന്നെയാണ് ഞാനെന്ന ബോധത്തിൽ അതായി തീരണം. അഭേദജ്ഞാനമാണ്. വ്യക്തമാണല്ലോ പറഞ്ഞത്. അപ്പോ ബ്രഹ്മവിദ്, കഹ ബ്രഹ്മവിദ്, ബ്രഹ്മണിസ്ഥിത ബ്രഹ്മവിദ്, ബ്രഹ്മത്തിൽ നിലകൊള്ളുന്ന ബ്രഹ്മജ്ഞാനി. ആ പ്രയോഗം വളരെ ശ്രേഷ്ഠമായിട്ടുള്ള പ്രയോഗമാണ്. കാരണം ഒരു വസ്തുജ്ഞാനി ആ വസ്തുവിലല്ല നിലകൊള്ളുന്നത്. എപ്പോഴും അറിയപ്പെടുന്നതും അറിയുന്നവനും ഭേദമുണ്ട്. എന്നാൽ ഇവിടെ അറിയപ്പെടുന്നതും അറിയുന്നവനും ഒന്ന് തന്നെ. സയോഹ വൈ തത്പരമം ബ്രഹ്മവേദ ബ്രഹ്മൈവ ഭവതി. ആരാണോ ആ ബ്രഹ്മത്തെ അറിയുന്നത് അവൻ ബ്രഹ്മം തന്നെയാകുന്നു. അബ്രഹ്മം ബ്രഹ്മാവുകയാണോ? അല്ല, അത് തന്നെയായിരുന്നു. അറിയപ്പെടാതെ പോയി, അറിഞ്ഞു, അറിഞ്ഞപ്പോ ഏകം. അതാണ്. അപ്പൊ ബ്രഹ്മവിദ് ബ്രഹ്മണി സ്ഥിത. ആരാ? അസമ്മൂഢ. അസമ്മൂഢ, ഒരിക്കലും സമ്മൂഢനാവാത്തവൻ, ഒരിക്കലും മൂഢത വരാത്തവൻ, ഒരിക്കലും മോഹിക്കാത്തവൻ. ആരാ? സ്ഥിരബുദ്ധി. ഇത്രയും വിശേഷണങ്ങളാ. സ്ഥിരബുദ്ധി, സ്ഥിരത്തിൽ ഉറച്ച ബുദ്ധിയോടൊത്തവൻ. സ്ഥിരം ഒന്നേ ഉള്ളൂ, സത്യം മാത്രം. നിർദോഷം സമം മാത്രമേ സ്ഥിരമുള്ളൂ. മറ്റതെല്ലാം അസ്ഥിരമാണ്. എല്ലാം അസ്ഥിരം. നമ്മൾ ഈ കാണുന്ന വ്യവഹരിക്കുന്ന എല്ലാം അസ്ഥിരം. എത്ര ഉണ്ടാവും? പറയാൻ വയ്യ ആർക്കും. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കാണാണ്ടാവും. എല്ലാം അങ്ങനെയാണ്. ഇത്രാം തീയതി കാണാമെന്ന് പറഞ്ഞു, കണ്ടു നോക്കുമ്പോഴോ കാറ്റ് പോയിട്ടുണ്ട്. പഞ്ഞി മൂക്കില്, കൈ കാൽ കെട്ടി, അങ്ങനെ. ഇപ്പോഴാണല്ലോ കണ്ടത്. ഇത്രയേ ഉള്ളൂ. കാണുന്നൊക്കെ എല്ലാ വസ്തുവും കാണപ്പെടുന്നൊക്കെ അത്രയേ ഉള്ളൂ. അതിൽക്കുള്ള ഒന്നും സ്ഥിരമല്ല. സ്ഥിരമായിട്ട് എന്താ ഉള്ളത് ആർക്കെങ്കിലും അറിയോ? ഒന്നുമില്ല. എല്ലാം നശ്വരം തന്നെ. ശാശ്വതമായ എന്തെങ്കിലും നിയമം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒറ്റൊന്നേ ഉള്ളൂ. ലോകം അശാശ്വതമാണെന്നുള്ളതാണ് ശാശ്വതമായ. ശശ്വന്നശ്വരമേവ വിശ്വമഖിലം നിശ്ചിത്യവാചാ ഗുരോഹോ. അല്ലേ? ശശ്വന്നശ്വരമേവ. ശാശ്വതമായി ലോകം നശ്വരമാണ്. എന്തൊരു മനോഹരമായ പദപ്രയോഗം എന്ന് ആലോചിച്ച് നോക്കൂ. ശാശ്വതമായി ലോകം നശ്വരമാണ്. ശാശ്വതമായി ലോകം നശ്വരമാണ്. അപ്പൊ സ്ഥിരം ഒന്നേ ഉള്ളൂ. എന്താണ്? ധ്രുവം, സ്ഥിരം, സ്ഥാണു. ഒന്ന് മാത്രം, ഒരു ഉണ്മ. അതിൽ ഉറച്ച ബുദ്ധി സ്ഥിരബുദ്ധി. സ്ഥിരബുദ്ധി, അസമ്മൂഢ, ബ്രഹ്മണി സ്ഥിത, ഇങ്ങനെയുള്ള ബ്രഹ്മവിത്ത്. ഇനി വേറൊരർത്ഥം സ്ഥിരബുദ്ധിക്ക് പറയാം. സ്ഥിരമായി ഈ ബുദ്ധിയോടെ ഒത്തവൻ, സ്ഥിരമായി ബുദ്ധിയെ സൂക്ഷിക്കുന്നവൻ. നമുക്കിപ്പോൾ സാമാന്യമായിട്ട് ഇവിടെ ഉള്ളവരെ കുറിച്ചല്ല പറയണത്, പൊതുവേ പറയുകയാണ്. ഇപ്പം നമുക്കൊരു 7:40 അല്ലേ ആയി വരികയാണ്. ഇപ്പം എന്തിലാ ബുദ്ധി? നമുക്ക് ബ്രഹ്മത്തിലാണ്. ഇപ്പം ബ്രഹ്മത്തിൽ ബുദ്ധിയാണ്. 8 മണിയായി കഴിഞ്ഞാലോ ഇപ്പം തന്നെ പതുക്കെ തുടങ്ങിയിട്ടുണ്ടാവും ചിലർക്കൊക്കെ. ഇന്നിപ്പോൾ എന്താന്നാവോ രാവിലെ കഴിക്കാൻ? എന്താണ് ഇന്നവിടെ രാവിലെ? എന്താ? കഞ്ഞിയാണോ, പുട്ടാണോ, ദോശയാണോ, എന്താണ്? അപ്പോൾ കുറച്ച് ഇപ്പോൾ ഒരു 7:50 വരെയൊക്കെ ബ്രഹ്മബുദ്ധി. അത് കഴിഞ്ഞാൽ ദോശബുദ്ധി, ഇഡ്ഡലി ബുദ്ധി, ചപ്പാത്തി ബുദ്ധി, അങ്ങനെ പോകും. ഇതാണ് നമുക്ക്. അസ്ഥിരമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഒക്കെ ശരിയായി തിരിച്ചു വന്നാൽ വീണ്ടും മണി അടിച്ചപ്പോൾ വീണ്ടും ബ്രഹ്മബുദ്ധി. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും വേറെ ബുദ്ധി.
അതല്ല, സ്ഥിരബുദ്ധിയാണ്. സ്ഥിരമായി ഏകതത്വാനുസന്ധാനത്തിൽ ഉറച്ച ബുദ്ധി, അങ്ങനെ അർത്ഥം പറയാം. മറ്റൊരർത്ഥം സ്ഥിരത്തിൽ ഉറച്ച ബുദ്ധി, സ്ഥിരം ബ്രഹ്മ. അങ്ങനെയുള്ള ആള് ന പ്രഹൃഷ്യത് പ്രിയം പ്രാപ്യ, പ്രിയമായതിനെ പ്രാപിച്ചാൽ പ്രഹർഷമുണ്ടാകുന്നില്ല. അപ്രിയം പ്രാപ്യ ന ഉദ്വിജേത് ച, അപ്രിയം പ്രാപിച്ചാൽ ഉദ്വേഗവും ഉണ്ടാവുന്നില്ല. ഇപ്പൊ സാമാന്യമായി ലോകത്തിന്റെ സ്ഥിതി എന്താ? സാമാന്യമായി ലോകത്തിന്റെ സ്ഥിതി പ്രിയമായതിനെ കിട്ടിയാൽ ഹായ് അല്ലേ, വലിയ പ്രഹർഷമാണ്. ഗ്രാമത്തില് നാടൻ ചായക്കടയാണ്. അത് അവിടെ ചായ ഉണ്ടാക്കുന്ന ആളും മാനേജറും സപ്ലയറും കാഷ്യറും ഒക്കെ ഒരാൾ തന്നെയാണ്. ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ പത്നി വരും അടുക്കളയിൽ ഉണ്ടാക്കാൻ, ഇടയ്ക്ക്. മറ്റത് ഇദ്ദേഹം തന്നെയാണ് ഒക്കെ. അപ്പോൾ അന്ന് അക്കാലത്ത് 1 രൂപ നോട്ട് കൊടുത്താൽ 1 ലക്ഷം കൂടെ പോരും. ആ കാലമാണ്, ഇന്നത്തെ കാലമല്ല. ഇന്നിപ്പോൾ കോടികളൊക്കെയാണ് വരുന്നത് കൂടെ. അന്ന് 1 രൂപ നോട്ട് കൊടുത്താൽ 1 ലക്ഷം കൂടെ പോരും. അതാണ് വലിയ സമ്മാനം. അപ്പോൾ ഇദ്ദേഹം ഒരു ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പം ഇദ്ദേഹം ചായ അടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആരോ പറഞ്ഞത് നിനക്കാണ് 1ാം സമ്മാനം. ഒരൊറ്റ വായ ഉറക്കലാണ്, കഴിഞ്ഞു, പിന്നെ പൂട്ടിയിട്ടില്ല. കൃത്യമായിട്ടും കഥയല്ല. പിന്നെ ആൾക്കാർ വന്നിട്ട് വായ അടച്ച് തുണി കൊണ്ട് കെട്ടി. സന്തോഷം അതാണ്. പ്രഹർഷാങ് കൂടിപ്പോയി, അപ്പടിച്ചു പോയി. അങ്ങനെയാണ്. വേറെയും കണ്ടിട്ടുണ്ട്. ഇതും കണ്ടതാണ്. വേറൊന്ന് കണ്ടത് ഉഹുരസാണ്. അതെങ്ങനെയാ വെച്ചാൽ, ഒരു മട്ടനമ്പൂരി ഉണ്ട്. മട്ടനമ്പൂരി രാവിലെ മരം കെട്ടിപ്പിടിച്ച് നിൽക്കണം. വാർത്ത കേട്ടു. കുട്ടികളെല്ലാം ഒത്തുകൂടി വലിയ ആൾക്കാർ വന്നു, വലിയ പ്രാപ്തിയുള്ള ആൾക്കാരൊക്കെ വന്ന് അയാളെ മരത്തുമെന്ന് വേർപെടുത്തി വീണു പാവം. കുറച്ചു നേരം കഴിഞ്ഞ് വെള്ളമൊക്കെ തെളിച്ചപ്പോൾ അയാൾക്ക് ബോധം വന്നു, ഒക്കെയായി. അയാൾ എന്തൊരു സുഖമായിരിക്കും അനുഭവിച്ചിട്ടുണ്ടാവുക. മനസ്സിലായില്ല? എന്ത് സുഖം അയാൾ അനുഭവിച്ചിട്ടുണ്ടാവും. ഇത്ര തന്നെ മറന്ന ആ വൃക്ഷത്തെ ആലിംഗനം ചെയ്ത് നിൽക്കണമെങ്കിൽ യക്ഷിയ. മരമാണത്, വേറൊന്നുമല്ല. അയാൾ അത്ര ആലിംഗനബദ്ധനായിട്ട് നിൽക്കണമെങ്കിൽ എന്തൊരു സുഖം അനുഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പിന്നെ പലപ്പോഴും അയാളോട് ചോദിച്ചിട്ട് അയാൾ പറഞ്ഞിട്ടില്ല. അയാൾ ചിരിച്ചു കളയും. ഞങ്ങൾ കുട്ടികളെ പിന്നാലെ കൂടിയിട്ട് എന്തായിരുന്നു നമ്പൂരി കണ്ടതാന്ന്, എന്താ ഉണ്ടായത്, എന്തുണ്ടാകാനോ ഒന്നുമില്ല, പോയിക്കൊള്ളിങ്ങോ. അപ്പൊ അദ്ദേഹത്തിന് ആ സുഖം എന്തായിരിക്കും ആലോചിച്ച് നോക്കൂ. പാവം വെള്ളം തെളിച്ചിട്ടാണ് ബോധമില്ല, സമാധിയൊന്നുമല്ല. ഇതാണ് മനുഷ്യന്റെ സ്ഥിതി. അപ്പൊ പ്രഹർഷം വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും പ്രിയമായത് വന്നാൽ പ്രഹർഷം കൊണ്ട് നശിക്കും. എന്തെങ്കിലും അപ്രിയം വന്നാൽ ദുഃഖം കൊണ്ടും വിഷാദം കൊണ്ടും നശിക്കും. ഇത് രണ്ടുമില്ല. അതാണ് ന പ്രഹൃഷ്യേത് പ്രിയം പ്രാപ്യ നോദ്വിജേത് പ്രാപ്യ ചാപ്രിയം. സ്ഥിരബുദ്ധി. എന്തുകൊണ്ട്? സമത്തിൽ ഉറച്ചതായതുകൊണ്ട്. ശ്രദ്ധിക്കുക, നോക്കൂ. ന പ്രഹൃഷ്യേത് ന പ്രഹർഷം കുര്യാത് പ്രിയം ഇഷ്ടം പ്രാപ്യ ലബ്ധ്വാ ന ഉദ്വിജേത് പ്രാപ്യ ഏവച അപ്രിയം അനിഷ്ടം ലബ്ധ്വാ. ദേഹമാത്രാത്മദർശിനാം ഹി പ്രിയാപ്രിയ പ്രാപ്തി ഹർഷവിഷാദസ്ഥാനെ ന കേവലാത്മദർശിനഃ തസ്യ പ്രിയാപ്രിയ പ്രാപ്തി അസംഭവാത്. കിഞ്ച സർവഭൂതേഷു ഏകഃ സമഃ നിർദോഷഃ ആത്മാ ഇതി സ്ഥിരാ നിർവിചികിത്സാ ബുദ്ധിഃ യസ്യ സ സ്ഥിരബുദ്ധിഃ അസമ്മൂഢഃ സമ്മോഹവർജിതഃ ച സ്യാത്. യഥോക്തഃ ബ്രഹ്മവിദ് ബ്രഹ്മണി സ്ഥിതഃ അകർമ്മകൃത് സർവകർമ്മസന്യാസി ഇത്യർത്ഥഃ. ന പ്രഹൃഷ്യേത്
ന പ്രഹർഷം കുര്യാത് പ്രിയം ഇഷ്ടം പ്രാപ്യോ ലബ്ധ്വാ ന ഉദ്വിജേത് പ്രാപ്യ ഏവ ച അപ്രിയം അനിഷ്ടം ലബ്ധ്വാ ദേഹമാത്രാത്മദർശിനാം ഹി പ്രിയാപ്രിയ പ്രാപ്തി ഹർഷവിഷാദസ്ഥാനെ ന കേവലാത്മദർശിനഃ തസ്യ പ്രിയാപ്രിയ പ്രാപ്തി അസംഭവാത്. കിഞ്ച സർവഭൂതേഷു ഏകഃ സമഃ നിർദോഷഃ ആത്മാ ഇതി സ്ഥിര നിർവിചികിത്സ ബുദ്ധിഃ യസ്യ സഹ സ്ഥിരബുദ്ധിഃ അസമ്മൂഢഃ സമ്മോഹവർജിതഃ ച സ്യാത്. യഥോക്തഃ ബ്രഹ്മവിദ് ബ്രഹ്മണി സ്ഥിതഃ അകർമ്മകൃത് സർവകർമ്മസന്യാസി ഇത്യർത്ഥഃ. അപ്പോൾ ഇഷ്ടം പ്രാപിച്ചാൽ പ്രഹർഷം ഉണ്ടാവരുത്. അനിഷ്ടം പ്രാപിച്ചാൽ ഒട്ട് ഉദ്വേഗവും ഉണ്ടാവുന്നില്ല. അവിടെ ഉദ്വിജേത് കുര്യാത് എന്ന് നിർദ്ദേശിക്കുകയല്ല ചെയ്യണത്, അതാണ് വിജ്ഞാനിയുടെ സ്ഥിതി എന്ന് കാണിക്കുക ചെയ്യുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഉദ്വിജേത് ഉദ് പൂർവകമായ ഓവിജി കമ്പനയോഹോ ഭയകമ്പനയോഹോ പേടിച്ച് വിറയ്ക്കുക തുടങ്ങിയതിനെ സംബന്ധിച്ചാണ് ഈ വിജ് ധാതു. ഉദ് പൂർവകമായി വരുമ്പോൾ ഉദ്വേഗം, ഞെട്ടുക എന്നർത്ഥം വരും. അപ്പൊ സാധാരണ അപ്രിയം പ്രാപിച്ചാൽ നമ്മൾ ഞെട്ടും, പ്രിയം പ്രാപിച്ചാൽ ഹർഷം വിഷാദം ഇവയ്ക്ക് കാരണമാവും. ഇത് രണ്ടും വേണ്ട. എന്തുകൊണ്ടില്ല? അതൊക്കെ ദേഹമാത്രാത്മദർശികൾക്കാണ്. ദേഹമാത്രാത്മദർശിനാം ഹി പ്രിയ പ്രാപ്തി ഹർഷവിഷാദസ്ഥാനേ. പ്രിയ പ്രാപ്തി എല്ലാവർക്കും ഉണ്ടാവില്ലേ? ജ്ഞാനിക്കും ഉണ്ടാവും, അജ്ഞാനിക്കും ഉണ്ടാവും, വിജ്ഞാനിക്കും ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. അനുകൂല സാഹചര്യം, പ്രതികൂല സാഹചര്യം. എന്നാൽ അനുകൂല സാഹചര്യത്തിൽ ഹർഷം ഉണ്ടാവുന്നില്ല, പ്രതികൂല സാഹചര്യത്തിൽ വിഷാദം ഉണ്ടാവുന്നില്ല. അതാണ് വിദ്വാന്റെ ഭേദം. വേണ്ട മനസ്സിനെ സൈലന്റ് ആക്കല്ല, മനസ്സിലൊക്കെ അറിഞ്ഞിട്ടാണ് അതിനെ അതിക്രമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആവർത്തിച്ച് പലപ്പോഴും പറഞ്ഞു, അറിവില്ലായ്മയോ വിസ്മൃതിയോ അല്ല ജ്ഞാനം എന്ന് പലപ്പോഴും പറഞ്ഞു. അതുകൊണ്ടാണ്. അല്ലാതെ ഞാൻ മനസ്സിനെ സൈലന്റ് ആക്കി വെച്ചിട്ട് ഇതൊന്നും അനുഭവിക്കണില്ല എന്ന് പറഞ്ഞാൽ മനസ്സ് അതിൻ്റെ ഇരട്ടി ശക്തിയിൽ നാളെ പുറത്തേക്ക് വരും. അറിഞ്ഞിട്ടാണ് അതിക്രമിക്കണത്, അല്ലാണ്ട് വിസ്മരിച്ചിട്ടല്ല. മറ്റാരെങ്കിലും ബലപൂർവകം ഇപ്പുറത്തൊരു ചുരുളും കൊണ്ട് നിന്നിട്ട് മനസ്സെ നിശാന്തമായിക്കോളൂ എന്ന് പറഞ്ഞിട്ടല്ല. അത് അറിവോടുകൂടിയാണ്, അപ്രസക്തമായി തീരുകയാണ്. ശരി. അപ്പോ ഈ ദേഹമാത്രാത്മദർശികൾക്കാണ് പ്രിയ പ്രാപ്തി ഹർഷവിഷാദ സ്ഥാനങ്ങളാകുന്നത്, കേവലാത്മദർശിക്കല്ല. തസ്യ പ്രിയ പ്രാപ്തി അസംഭവാത്. അവന് പ്രിയ പ്രാപ്തി അസംഭവമാണ്. പ്രിയ സാഹചര്യം വരും, അപ്രിയ സാഹചര്യം വരും, പക്ഷെ അയാൾക്ക് പ്രിയ ഭേദം ഉണ്ടാവുന്നില്ല സമദർശിക്ക്. കിഞ്ച സർവഭൂതേഷു ഏകഃ സമഃ നിർദോഷഃ ആത്മാ ഇതി സ്ഥിരാ നിർവിചികിത്സാ ബുദ്ധി യസ്യ സസ്ഥിരബുദ്ധി. സർവഭൂതങ്ങളിലും ഏകമാണ്, സമനാണ്, നിർദോഷനാണ് ആത്മാവ് എന്ന സ്ഥിരമായ നിർവിചികിത്സ സംശയരഹിതമായ ബുദ്ധി ആർക്കുണ്ടോ അവനാണ് സ്ഥിരബുദ്ധി. ഇടയ്ക്കത് ഉണ്ടാവുക, ഇടയ്ക്കില്ലാണ്ടാവുക എന്നല്ല. അസമ്മൂഢ, ഒരിക്കലും സമ്മൂഢനാകാത്തവൻ, സമ്മോഹവർജിത, സമ്മോഹരഹിതൻ, യഥോക്ത ബ്രഹ്മവിദ്, ഇങ്ങനെയുള്ള ബ്രഹ്മജ്ഞാനി, ബ്രഹ്മണി സ്ഥിത, ബ്രഹ്മനിഷ്ഠനാണ്, അകർമ്മകൃത്,
അയാൾക്ക് ഒരു കർമ്മവും ഇല്ല. സർവകർമ്മ സന്യാസിയാണ് അയാൾ സഹജമായിട്ട്, പാരമാർത്ഥിക സന്യാസിയാണ്. കിഞ്ച ബ്രഹ്മണി സ്ഥിത, അങ്ങനെ ബ്രഹ്മത്തിൽ സ്ഥിതനായവൻ. കിഞ്ച ബ്രഹ്മണി സ്ഥിത, മാത്രമല്ല ബ്രഹ്മസ്ഥിതൻ എന്താണ് പറയാണ്, ബാഹ്യസ്പർശേഷു അസക്താത്മാ വിന്ദത്യാത്മനി യത് സുഖം സ ബ്രഹ്മയോഗയുക്താത്മാ സുഖമക്ഷയമശ്നുതേ. ബാഹ്യസ്പർശേഷു അസക്താത്മാ വിന്ദത്യാത്മനി യത് സുഖം സ ബ്രഹ്മയോഗയുക്താത്മാ സുഖമക്ഷയമശ്നുതേ. ബാഹ്യസ്പർശേഷു അസക്താത്മാ വിന്ദതി ആത്മനി യത് സുഖം സഹ ബ്രഹ്മയോഗയുക്താത്മാ സുഖം അക്ഷയം അശ്നുതേ. ബാഹ്യസ്പർശേഷു അസക്താത്മാ, ബാഹ്യസ്പർശങ്ങളിൽ അസക്തമായ ആത്മഭാവത്തോടൊത്തവൻ, അന്തഃകരണത്തോടൊത്തവൻ, മനോബുദ്ധികളോടൊത്തവൻ. ബാഹ്യസ്പർശം, സ്പൃശ്യന്തേ ഇതി സ്പർശം, സ്പർശിക്കപ്പെടുന്നത്. കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക്, ഇവയിലൂടെ അതത് വിഷയങ്ങളെ നമ്മൾ സ്പർശിക്കുന്നു. ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളൊക്കെ വരുന്നു. ഇവിടെ കണ്ണ് രൂപത്തെ കണ്ടു. കണ്ണുകൊണ്ട് ആർക്കെങ്കിലും നല്ല രൂപം കാണാൻ പറ്റുമോ? ഈ ഇരിക്കുന്ന ആർക്കെങ്കിലും കണ്ണുകൊണ്ട് നല്ല രൂപം കാണാൻ കഴിവുണ്ടോ? ചീത്ത രൂപം കാണാൻ കഴിവുണ്ടോ? ഇല്ല. കണ്ണുകൊണ്ട് രൂപമേ കാണാൻ കഴിയൂ. അതിൽ നല്ലത് ചീത്ത എന്ന ഭേദം മനസ്സ് കൽപ്പിക്കുന്നതാണ്. എന്നാൽ അത് സമകാലത്തിൽ നടക്കും. കാണലും മനസ്സോടനെ കൽപ്പിക്കും. നല്ലതാട്ടുവോ ചീത്തയാട്ടുവോ, പേടിപ്പെടുത്തുന്നതാണ്, സന്തോഷിപ്പിക്കുന്നതാണ് എന്നെല്ലാം വരും. അത് പല ഘടകങ്ങളുടെ അപേക്ഷയിൽ അതവിടെ നിൽക്കട്ടെ. ഇത്ര അവിടെ പോയി കഴിഞ്ഞാൽ വളരെ പറയേണ്ടി വരും. അപ്പോൾ ഇന്ദ്രിയം വിഷയത്തെ സ്പർശിച്ചു, ഒട്ടനെ അതിൽ പ്രിയാപ്രിയ ബുദ്ധി ഘടിപ്പിച്ചു. എന്നാൽ വിജ്ഞാനിയെ സംബന്ധിച്ച് ബാഹ്യസ്പർശങ്ങളിൽ, ബാഹ്യവിഷയങ്ങളിൽ അസക്തമായ ആത്മാവാണ്. വന്നു സന്തോഷം, വന്നില്ല സന്തോഷം, അത്രയേ ഉള്ളൂ. ആസക്തിരഹിതമാണ്. അങ്ങനെയുള്ള ആള് അയ്യോ അയാൾക്ക് സുഖം ഉണ്ടാവുമോ? നമ്മൾ ബാഹ്യവിഷയങ്ങളുടെ അപേക്ഷയിലല്ലേ ഈ സുഖമൊക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റണത്, അല്ലേ? അയാൾ പാവപ്പെട്ട ആളല്ലേ എന്നല്ലേ തോന്നുക? എന്നോട് നേരിട്ട് ചോദിച്ചിട്ടുണ്ട്. വളരെ കളിയാക്കാനല്ല, നിന്ദിക്കാനല്ല, ഒന്നുമല്ല, സ്വച്ഛമായ ശുദ്ധമായ ഭാവത്തിൽ ഒരമ്മ ചോദിച്ചത്, അയ്യോ അപ്പം നിങ്ങൾക്ക് മദ്യം കുടിക്കാനൊന്നും പാടില്ലല്ലോ അല്ലേ? മദ്യം കുടിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ പറ്റാണ്ടെന്താ? എനിക്ക് മദ്യം കുടിക്കാൻ പറ്റാണ്ടെന്താ? ഞാൻ കുടിക്കില്ല, അത്രയേ ഉള്ളൂ. മദ്യം കുടിക്കാൻ പറ്റായിക എനിക്കില്ല, മദ്യം കുടിക്കില്ല, രണ്ടും രണ്ടാ. ഇത് കളിയാക്കാൻ വേണ്ടി ഒന്നും ചോദിച്ചതല്ല. അത് ഈ ഒരു ഇമിഗ്രേഷൻ ഓഫീസറാണ് അമേരിക്കയിൽ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ സ്വാമി ചിദാനന്ദപുരി എന്നൊക്കെ പേര്, എന്താണ് സ്വാമി? അപ്പോൾ സ്വാമി എന്ന് പറഞ്ഞാൽ സന്യാസിയാണ്. എന്താ സന്യാസി? അപ്പോൾ സന്യാസി എന്താന്നൊക്കെ പറഞ്ഞു. അവർ ക്വസ്റ്റ്യനിങ്ങിൻ്റെ ഒഫീഷ്യലായിട്ടല്ല, ഒഫീഷ്യൽ ക്വസ്റ്റ്യനിങ് അല്ലാതെ അത് നമ്മൾ വിരൽ കൊടുത്തങ്ങ് പോവാം. പക്ഷെ അത് കണ്ടപ്പോൾ അവർക്കുള്ളൊരു കൗതുകം കൊണ്ട്, ഈ വേഷമൊക്കെ കൂടി കണ്ടപ്പോൾ അവർക്കുള്ളൊരു കൗതുകം കൊണ്ട് ചോദിച്ചതാണ്. അപ്പോൾ പാവം പരിചയപ്പെട്ട് വലിയ സങ്കടമായി അവർക്ക്.
നിങ്ങൾക്ക് മദ്യമൊന്നും കുടിക്കാൻ പറ്റില്ലല്ലോ. പറ്റാണ്ടെന്താ? പക്ഷെ ഞാൻ കുടിക്കുന്നില്ല. രണ്ടും രണ്ടാണ്. കുടിക്കാൻ പറ്റാണ്ട് എന്താ? കുടിച്ചൂടെ? ഇറക്കാൻ കഴിവുള്ള കാലത്തോളം കുടിച്ചൂടാ? ഈ ഇറക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടാൽ പറ്റില്ല. അപ്പോഴും ഈ ഇതിൻ്റെ ഉള്ളിൽ കൂടെ മൂക്കിലൂടെ കൊടുക്കാം. അതും ഞാൻ കുടിക്കില്ല എന്നുള്ളതും രണ്ടും രണ്ടാണ്. അതാണ്. അപ്പോൾ ബാഹ്യസ്പർശങ്ങളിലൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്ത് സുഖം അവർക്ക്? അപ്പോഴാ പറയണത് ആത്മനിയത് സുഖം വിന്ദതി. തന്നിൽ യാതൊരു സുഖത്തെ നേടുന്നുവോ, സുഖസ്വരൂപമായ ആനന്ദ സ്വരൂപമായ തന്നിൽ താൻ വർത്തിക്കുന്നതിലൂടെ യാതൊരു സുഖം നേടുന്നുവോ? ആര്? ബാഹ്യസ്പർശേഷു അസക്താത്മാ സഹ ബ്രഹ്മയോഗയുക്താത്മാ അക്ഷയം സുഖമശ്നുതേ. അക്ഷയമായ സുഖത്തെ നേടുന്നു. ബാക്കി ബാഹ്യസ്പർശങ്ങളിൽ നിന്ന് സുഖം ഉണ്ടാവണില്ല എന്ന് പറയണില്ല. ബാഹ്യസ്പർശങ്ങളിൽ നിന്ന് സുഖം ഉണ്ടാവുന്നുണ്ട്, ഇല്ലേ? ഇല്ല എന്ന് പറയാൻ ആർക്കാ പറ്റുക? പറഞ്ഞാൽ കാപട്യമാണ്. ഒരു വിഷയത്തിന് ഒരു സുഖമില്ല സ്വാമി, ഈ വിഷയത്തിലൊന്നും ഒരു സുഖമില്ല എന്നൊക്കെ പല ആധ്യാത്മിക പ്രഭാഷകരും പറയാറുണ്ട്. അതിനോട് നമുക്ക് യോജിപ്പില്ല. വിഷയസ്പർശത്തിൽ സുഖമുണ്ട്, പക്ഷേ അത് അല്പനേരം മാത്രമാണ്, ക്ഷയ്യമാണ്, ക്ഷയിക്കുന്നതാണ്. പായസം കഴിക്കുമ്പോൾ അതിൻ്റെതായ ഒരു സുഖമുണ്ട്, അല്ലെങ്കിൽ സാമ്പാർ കഴിക്കുമ്പോൾ അതിൻ്റെ സുഖമുണ്ട്, എരശ്ശേരി കഴിക്കുമ്പോൾ അതിൻ്റെ സുഖമുണ്ട്, ഓരോന്നിനും അതിൻ്റെ സുഖമുണ്ട്. ഇല്ല എന്ന് പറയാൻ പാടില്ല. ഇല്ല എന്ന് പറഞ്ഞാൽ നാവിന് സ്പർശശക്തി ഇല്ല എന്ന അർത്ഥം. പക്ഷെ അതെല്ലാം ക്ഷയിക്കുന്നതാണ്, താൽക്കാലികം മാത്രമാണ്. എന്നാൽ ഇവിടെ അക്ഷയം, ഒരിക്കലും ക്ഷയിക്കാത്ത. കാരണം ദൃശ്യമെല്ലാം മാറുന്നതാണ്, ദൃക്സ്വരൂപം ഒരിക്കലും മാറുന്നതല്ല. എൻ്റെ എല്ലാം പോവും, ഞാൻ പോവുക? ഞാനുള്ള കാലത്തോളം ഞാൻ ഉണ്ടാവില്ലേ? എന്തൊരു കേമന ഞാൻ ആലോചിച്ച് നോക്കൂ. ബാക്കി എല്ലാം പോയി മറിയും, എൻ്റെതൊക്കെ പോയി മറിയും, ഞാൻ പോവില്ല, ഞാനുണ്ട്. ആ എന്നിലുള്ള സുഖം അത് അക്ഷയ സുഖമാണ്. അതിനെ നേടുന്ന ആര്? ബ്രഹ്മയോഗയുക്താത്മാ. ബ്രഹ്മയോഗയുക്താത്മാ, ആത്മാവ് തന്നെ ബ്രഹ്മമെന്നുള്ള ആ സമാഹിത ചിത്തവ ഭാവം, ആത്മാവ് തന്നെ ബ്രഹ്മമെന്നുള്ള സമാഹിതമായിരിക്കുന്ന ഭാവം, അതാണ് ബ്രഹ്മയോഗം. അങ്ങനെ ബ്രഹ്മയോഗത്തോട് ചേർന്നവൻ അക്ഷയമായ സുഖത്തെ നേടുന്നു. നമുക്കൊക്കെ ഇപ്പോൾ സുഖമല്ലേ വേണ്ടത്? എല്ലാ ജീവജാലങ്ങളും സുഖമാണ് അന്വേഷിക്കുന്നത്. എല്ലാവരും, നമ്മുടെ എല്ലാ പരിപാടികളും, എല്ലാ പണിയും സുഖത്തെ തേടിയിട്ടുള്ളതാണ്. എല്ലാം പലപ്പോഴും നമ്മളത് തുറന്നു പറയാറില്ല എന്ന് മാത്രം. സത്യം അതാണ്. എന്നോടൊരു മോള് ചോദിച്ചിട്ടുണ്ട്, എന്തിനാ സ്വാമി സന്യസിച്ചേ? ഞാൻ സുഖത്തിനാണ്. എന്നിട്ട് സുഖമുണ്ടോ? സുഖമേ ഉള്ളൂ, വളരെ സുഖമാണ്. എന്നിട്ട് സുഖം ഉള്ളൂ എന്നല്ല അവൾ ചോദിച്ചത്, സുഖം കിട്ടിയോന്നാ ചോദിച്ചത്. ഒരു കൊച്ചുമോളാണ്, പ്രഭാഷണ സ്ഥലത്ത് വെച്ചിട്ട്. അപ്പോ അക്ഷയം സുഖമശ്നുതേ. നോക്കൂ, ബാഹ്യസ്പർശേഷു ബാഹ്യാഃ ച സ്പർശാഃ ച തേ ബാഹ്യസ്പർശാഃ സ്പൃശ്യന്തെ ഇതി സ്പർശാഃ ശബ്ദാദയഃ വിഷയാഃ തേഷു ബാഹ്യസ്പർശേഷു അസക്തഃ ആത്മാ അന്തഃകരണം യസ്യ സ അയം അസക്താത്മാ വിഷയേഷു പ്രീതിവർജിതഃ സൻ വിന്ദതി ലഭത്തെ ആത്മനി യത് സുഖം തത് വിന്ദതി ഇത്യേതത്. സ ബ്രഹ്മയോഗയുക്താത്മാ ബ്രഹ്മണി യോഗഃ സമാധിഃ ബ്രഹ്മയോഗഃ തേന ബ്രഹ്മയോഗേന യുക്തഃ സമാഹിതഃ തസ്മിൻ വ്യാപൃതഃ ആത്മാ അന്തഃകരണം യസ്യ സ ബ്രഹ്മയോഗയുക്താത്മാ സുഖം അക്ഷയം അശ്നുതേ പ്രാപ്നോതി. തസ്മാത് ബാഹ്യവിഷയപ്രീതേഃ ക്ഷണികായാഃ ഇന്ദ്രിയാണി നിവർത്തയേത്
ആത്മനി അക്ഷയസുഖാർത്ഥി ഇത്യർത്ഥഃ. ബാഹ്യസ്പർശേഷു ബാഹ്യാഃ ച സ്പർശാഃ ച തേ ബാഹ്യസ്പർശാഃ സ്പൃശ്യന്തെ ഇതി സ്പർശാഃ ശബ്ദാദയഃ വിഷയാഃ തേഷു ബാഹ്യസ്പർശേഷു അസക്തഃ ആത്മാ അന്തഃകരണം യസ്യ സഹ അയം അസക്താത്മാ വിഷയേഷു പ്രീതിവർജിതഃ സൻ വിന്ദതി ലഭത്തെ ആത്മനി യത് സുഖം തത് വിന്ദതി ഇത്യേതത്. സഹ ബ്രഹ്മയോഗയുക്താത്മാ ബ്രഹ്മണി യോഗഃ സമാധിഃ ബ്രഹ്മയോഗഃ തേന ബ്രഹ്മയോഗേന യുക്തഃ സമാഹിതഃ തസ്മിൻ വ്യാപൃതഃ ആത്മാ അന്തഃകരണം യസ്യ സഹ ബ്രഹ്മയോഗയുക്താത്മാ സുഖം അക്ഷയം അശ്നുതേ പ്രാപ്നോതി. തസ്മാത് ബാഹ്യവിഷയപ്രീതേഃ ക്ഷണികായാഃ ഇന്ദ്രിയാണി നിവർത്തയേത് ആത്മനി അക്ഷയസുഖാർത്ഥി ഇതി അർത്ഥഃ. അപ്പൊ ബാഹ്യസ്പർശങ്ങളിൽ അസക്തമായ ആത്മാവോടൊത്തവൻ. ബാഹ്യങ്ങളായ സ്പർശങ്ങൾ ബാഹ്യസ്പർശങ്ങൾ, ബാഹ്യങ്ങൾ പുറമേയുള്ള. അപ്പൊ പുറമേയുള്ള സ്പർശങ്ങൾ, സ്പർശങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? സ്പൃശ്യന്തേ ഇതി സ്പർശഃ, സ്പർശിക്കപ്പെടുന്നത്. ശബ്ദ സ്പർശ രൂപ രസ ഗന്ധങ്ങൾ, വിഷയങ്ങൾ. തേഷു അവയിൽ ബാഹ്യസ്പർശങ്ങളിൽ അസക്തമായ ആത്മാവോട് അന്ധകരണത്തോടു കൂടിയവൻ, ആസക്തിരഹിതമായ അന്ധകരണത്തോട് കൂടിയാൾ. അയം അസക്താത്മാ വിഷയേഷു പ്രീതിവർജിത, വിഷയങ്ങൾക്ക് പിന്നാലെ പ്രീതിക്ക് പോകുന്ന സ്വഭാവമില്ലാത്തവൻ. അങ്ങനെയുള്ള ആള് ആത്മനീയ സുഖം വിന്ദതി, തന്നിൽ യാതൊരു സുഖത്തെ നേടുന്നുവോ, ആനന്ദമഗ്നനായി തന്നിൽ സുഖിയായിട്ട് കഴിയുന്നു. സ ബ്രഹ്മയോഗയുക്താത്മാ ബ്രഹ്മണി യോഗ സമാധി ബ്രഹ്മയോഗ തേന ബ്രഹ്മയോഗേന യുക്ത. ബ്രഹ്മത്തിൽ തന്നെ യോഗം, യോഗം എന്നുള്ളതിന് ഇവിടെ സമാധി എന്ന അർത്ഥം പറഞ്ഞു ഭാഷ്യകാരൻ. നമ്മൾ പറഞ്ഞ അർത്ഥം ബ്രഹ്മത്തിൽ തന്നെ അഹം ബ്രഹ്മ എന്നുള്ള ബോധമാണ്. ആത്മാവ് തന്നെ ബ്രഹ്മം എന്നുള്ള ബോധം, ആ ബോധത്തിൽ കഴിയുന്ന ആളാണ് ബ്രഹ്മയോഗം. നേരത്തെ പറഞ്ഞത് ശരി തന്നെയാണ്. പക്ഷെ ഇവിടെ ഭാഷ്യം പഠിക്കുമ്പോൾ മനസ്സിലാക്കുക, ബ്രഹ്മണി യോഗ സമാധി. യോഗം എന്ന് പറഞ്ഞാൽ സമാധി. എന്താ സമാധി? സാമാന്യമായിട്ട് വളരെ തെറ്റിദ്ധരിച്ച ഒരു ശബ്ദമാണത്. ആന ചെരിഞ്ഞു, രാജാവ് നാട് നീങ്ങി, തിരുമേനി കാലം ചെയ്തു, കേശവൻ നിര്യാതനായി, പട്ടി ചത്തുപോയി, സന്യാസി സമാധിയായി എന്ന് വെച്ചാൽ ഈ മരിച്ചു പോകുമ്പോൾ സന്യാസി മരിച്ചാൽ പറയണ പേരാണ് സമാധി എന്നാ പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ സമാധിയാവണമെങ്കിൽ ആദ്യം എന്ത് വേണം? ഒന്ന് സന്യാസി ആവണം, രണ്ട് ചത്തും പോകണം. അയ്യോ, അങ്ങനെയല്ല സമാധി. അതല്ല സമാധി. സമാധി എന്ന് പറഞ്ഞാൽ ധ്യാതാവ്, ധ്യാനം, ധ്യേയം എന്ന ഭേദത്തിനുപരി കാറ്റില്ലാത്തിടത്ത ദീപം പോലെ ഏകധാരയായി ഏക തത്വത്തിൽ ഉറച്ചിരിക്കുന്ന അവസ്ഥയാണ് സമാധി. നിവാത ദീപവച്ചിത്തം.
ഭിന്നപ്രത്യയങ്ങളില്ലാതെ കേവലം ആത്മാകാര വൃത്തിയിൽ മാത്രം ഉറച്ച് ആത്മസ്വരൂപത്തിൽ ഉറച്ചിരിക്കുന്ന അവസ്ഥ, അതാണ് സമാധി. അതാണ് ഇവിടെ യോഗം, യോഗ സമാധി. ഈ യോഗസൂത്രത്തിൻ്റെ ഭാഷ്യത്തിൽ യോഗ സമാധി എന്ന് പറയും. യോഗം വെച്ചാൽ സമാധിയാണെന്ന്. യോഗസൂത്രത്തിൻ്റെ ഭാഷ്യം എന്ന് പറഞ്ഞാൽ വ്യാസഭാഷ്യം, ശങ്കരഭാഷ്യമല്ല, വ്യാസഭാഷ്യം. അവിടെ യോഗ സമാധി അത് ഇവിടത്തേക്ക് എടുത്തു. ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്, യോഗിയെ കൂടി മെല്ലെ അങ്ങോട്ട് കൊണ്ടുവരാനുള്ള പരിപാടിയാണ്. അപ്പോൾ ബ്രഹ്മയോഗ, അതാണ് ബ്രഹ്മയോഗം. ബ്രഹ്മത്തിൽ ഉറച്ച സമാധി. ആ ബ്രഹ്മയോഗേന യുക്ത സമാഹിത, ബ്രഹ്മയോഗത്തോട് ചേർന്നവൻ, സമാഹിതൻ, അതിൽ തന്നെ വ്യാപൃതമായ അന്ധകരണത്തോടൊത്താൻ ഏകാഗ്രതമമായി ത്രിപുടി എല്ലാം ഒടുങ്ങി, അറിയുന്നവൻ അറിവ് അറിയപ്പെടുന്നത്, ധ്യാനിക്കുന്നവൻ ധ്യാനിക്കപ്പെടുന്നത് ധ്യാനം എന്നുള്ള ത്രിപുടി എല്ലാം നീങ്ങി ത്രിപുടി മുടിഞ്ഞ് വിളങ്ങിടുന്ന ദീപം. ചിന്തിക്കുക. അങ്ങനെയുള്ള അക്ഷയമായ സുഖത്തെ അയാൾ നേടുന്നു. അശ്നുതേ, സഹ അശ്നുതേ, അവൻ നേടുന്നു. ആര്? ബാഹ്യസ്പർശേഷു അസക്താത്മാ, ബ്രഹ്മയോഗയുക്താത്മാ. ബ്രഹ്മയോഗയുക്താത്മാവുമ്പോൾ ബാഹ്യസ്പർശേഷു അസക്താത്മാവ്, ബാഹ്യസ്പർശേഷു അസക്താത്മാവായാൽ ബ്രഹ്മയോഗയുക്താത്മാവ്. അയാൾ അക്ഷയമായ സുഖത്തെ നേടുന്നു. തസ്മാത്, അതുകൊണ്ട് ബാഹ്യവിഷയപ്രീതേഹേ ക്ഷണികമായ താൽക്കാലികമായ ബാഹ്യവിഷയപ്രീതിയിൽ നിന്ന് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും പിൻവലിച്ചാലും ആര്? അക്ഷയസുഖാർത്ഥി. അക്ഷയസുഖമാണ് വേണ്ടതെങ്കിൽ നീ അതിൽ നിന്നൊക്കെ പിൻവലിച്ചാലും, നിന്നിൽ ഉറപ്പിച്ചാലും. ഇതാണ് ഉപദേശം. ഇതഹാച്ച നിവർത്തയത്, ഇനിയുണ്ട് കാരണം. ഇനി പറയുന്ന കാരണം കൊണ്ടും ബാഹ്യവിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ പിൻവലിപ്പിക്കണം. അതെന്താ? അതല്പം കഴിഞ്ഞ് നോക്കാം.